പരിമിതികള് നമ്മളെ ഏറെ ആകുലപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പേരൻസിന് ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പേരൻസ് അഭിമുഖീകരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ അവയർനെസ് പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. ഇതിന് ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മിസ്റ്റർ ജോസി വർഗീസ് സാറാണ് ഇന്നത്തെ നമ്മുടെ അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക്ക് തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, ഡിജിറ്റൽ മീഡിയ ന്യൂ ലേണിംഗ് പാർട്ട്ണർ എന്നുള്ളതാണ്. അറിവ് നമ്മളെ പ്രബുദ്ധരാക്കുന്നു. ഒരു കാലഘട്ടത്തില് സ്കൂളുകളിൽ ഇരുന്നു കൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം നടത്തിയിരുന്നപ്പോൾ ഡിവൈസിന്റെ ആവശ്യകത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ നന്മകളും തിന്മകളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അതിന് ജോസി വർഗീസ് സാറിന്റെ ക്ലാസ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടത്തില് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക, ശാരീരിക, ബൗദ്ധിക പിരിമുറുക്കങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുവാനും സാറിന്റെ ക്ലാസ് ഉപയുക്തമാണ്. സാറ് ആമ്പല്ലൂര് ആണ് താമസിക്കുന്നത്. വളരെ ഒരു സൈക്കോളജിസ്റ്റും കൗൺസിലറും ഒക്കെയാണ്. അദ്ദേഹം പല സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ കമ്പനികളിലുമൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നയിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ ഒരു അവസരമാണിത്. എല്ലാവരും ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാറിനെ എല്ലാവരുടെയും പേരില് എല്ലാ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ സാറേ, സ്റ്റാർട്ട് ചെയ്യാം. Good evening to all. Welcome. Mini sir. Okay, come. Okay, thank you. Okay, sir. Okay, sir. Welcome, sir. Okay. Clear. Okay. ഇയർഫോൺ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. Okay, okay, sir. ശരി, start. വളരെ നന്ദി പ്രിൻസിപ്പൽ സിസ്റ്റർ സജോസ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിനി ബാസൻ സാർ, സിസ്റ്റർ മേഴ്സലി, എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സായാഹ്നം ഇതുപോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത എല്ലാ മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളോടും മറ്റ് അധ്യാപകരോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ ഒരു 1.5 വർഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇതേവരെ അനുഭവിക്കേണ്ടി വരാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തരണം ചെയ്യുവാനായിട്ട് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന ആ ഒരു എൻതൂസിയാസം, അതായത് അതിനെ മറികടന്ന് പോകുവാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം
ആ ഒരു പ്രതീക്ഷ, അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെടേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിൽ വലിയൊരു പങ്ക് നമ്മുടെ കുട്ടികൾ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. കുട്ടികളുടെ ഒരു വിശാലമായ ലോകമായിരുന്നു വിദ്യാലയങ്ങളും അതുപോലെ കലാലയങ്ങളും കളിക്കളങ്ങളും ഒക്കെ ഓടിച്ചാടി നടന്ന് ഉല്ലസിക്കുവാനുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയാണ് ഏകദേശം 10-18 മാസമായിട്ട് നമ്മൾ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച പ്രളയം അതുപോലെയുള്ള മറ്റ് ചില പാഠങ്ങൾ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടി നമുക്ക് ദൈവം നൽകി എന്ന് പറയാതിരിക്കുന്നില്ല. പല പല സംഭവവികാസങ്ങളിലൂടെയുമാണ് ലോകം കഴിഞ്ഞ വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ചില സംഭവങ്ങൾ. ഒന്ന്, തൈവാനിൽ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ കുറച്ച് കൊച്ചു കൂട്ടുകാരുടെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. 1 മാസത്തിലധികം ഒരു ഗുഹയുടെ അകത്ത് പെട്ടുപോവുകയും ഒരു അധ്യാപകനും കുറച്ച് വിദ്യാർത്ഥികളുമായിരുന്നു. ഭക്ഷണമില്ല, കൊടും തണുപ്പാണ്, ഇരുട്ടാണ്. വളരെ സാഹസികമായിട്ട്, ഏകദേശം 2018 ഇത് സംഭവിച്ചത്, ഏകദേശം 2-3 വർഷം മുമ്പാണ്. വളരെ സാഹസികമായിട്ട് ഈ കൊച്ചു കുട്ടികൾ അതിൽ അതിജീവിച്ച് മുമ്പോട്ട് വന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് അന്ന് ലോകം വീക്ഷിച്ചത്. നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ റിപ്പോർട്ടുകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. അതിൻ്റെ ഒരു വലിയ ഒരു പതിപ്പാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഗുഹയിൽ പെട്ടുപോയി എന്നുള്ളത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലായിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മോടൊപ്പം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ വളരെയധികം വർദ്ധിച്ചു. ഒരുപക്ഷെ ഇത് സംഭവിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തായിരുന്നുവെങ്കിൽ, എൻ്റെ മോനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല, ലാൻഡ് ഫോണില്ല, മൊബൈൽ ചിന്തിക്കാനേ പറ്റില്ല, ലാൻഡ് ഫോൺ കണക്ഷൻ കിട്ടിയിട്ടില്ല. അന്ന് നമ്മൾ ഈ പോസ്റ്റ് കാർഡിൽ ഇല്ലെങ്കിലും ഒക്കെ കത്തെഴുതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. TV ഇല്ല, ആകെ ഉള്ളത് റേഡിയോ മാത്രമാണ്. ഒരുപക്ഷെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ 1 വർഷം ഇരിക്കേണ്ടി വന്നിരുന്നതെങ്കിൽ എനിക്കത് ചിന്തിക്കുവാനേ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു, അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു വിഷയമാണ് ഡിജിറ്റൽ മീഡിയ, ഓൺലൈൻ IT റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ IT വിദഗ്ധനോ ഒന്നുമല്ല. പക്ഷെ അതിൻ്റെ പ്രായോഗിക തലത്തിൽ ഞാൻ അസാപ്പിന്റെ ഒരു ട്രെയിനറാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ഗവൺമെന്റ് ഓഫ് കേരളയുടെ. അതിൽ പഠിപ്പിക്കുന്ന 2 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോഴ്സസ്. ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന, ആശയവിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം. അതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് IT സ്കിൽസ്. ഈ 2 കാര്യങ്ങളാണ് ഭാവിയിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും അത്യാവശ്യം വരിക എന്നറിഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ് അസാപ്പ്. അതിൽ IT പഠിപ്പിക്കുമ്പോൾ, ഞാനൊരു 3-4-5 വർഷം മുമ്പ് പഠിപ്പിക്കുമ്പോൾ ITയുടെ പ്രായോഗിക ഇതുപോലെയുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ടൈപ്പ് ചെയ്യുക, പ്രസന്റേഷൻസ് ഉണ്ടാക്കുക, എക്സൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇന്റർനെറ്റിന്റെ വിവിധ സാധ്യതകളെ കുറിച്ച് പഠിക്കുക, അതിന്റെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുക, ഇതൊക്കെയാണ് നമ്മളുടെ കരിക്കുലത്തിലുള്ളത്. പക്ഷെ അതും എനിക്ക് തോന്നുന്നത് ഒരു മുന്നേ കണ്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു പദ്ധതിയായിരുന്നു. ഇന്ന് നോക്കൂ, എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും 1ാം ക്ലാസ് മുതൽ അംഗനവാടി മുതൽ LKG മുതൽ UKG വരെ ഓൺലൈനിലൂടെ ടീച്ചേഴ്സുമായിട്ട്, കൂട്ടുകാരുമായിട്ട് സംവദിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതിനുള്ള സാധ്യത ഉണ്ടായി എന്നുള്ളത് ഈ ഒരു മഹാമാരി കാലത്ത്, ഈ വലിയൊരു പാൻഡമിക്കിന്റെ കാലത്ത് നമുക്ക് ഏവർക്കും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് കുറച്ച് സമയം നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളും ആ പഠിച്ച കാര്യങ്ങൾ അനുഭവത്തിന്റെ തലത്തിൽ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ളതാണ്.
കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പഠനം, ഇതിൽ അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരും ഉണ്ടാവും. ഈ തിരക്കിന്റെ ഇടയ്ക്ക് മാതാപിതാക്കളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ഉപജീവനം, അവരുടെ ജോലി, അവരുടെ വളരെയധികം വീട്ടിലെ ജോലികളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു PTA മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്ക് അതിൽ പങ്കെടുക്കുവാൻ കഴിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ എൻ്റെ കുട്ടികളുടെ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, സ്കൂളിൽ പോയി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വരുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി ചെയ്യുന്നതിന് മുമ്പിൽ പോലും പലരും മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. അത് ഇതിൻ്റെ ഒരു സുഖം തന്നെയാണ്. പക്ഷേ അതിലെ ശ്രദ്ധിക്കുക, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രാധാന്യം. ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ എത്ര പേര് ഈ സാങ്കേതിക വിദ്യയുമായി താതാമ്യപ്പെട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്ന സമയമാണ്. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ് റൂം, ഡിജിറ്റൽ ഓൺലൈൻ പഠനം, അല്ലെങ്കിൽ യോഗങ്ങൾ, അതുപോലെയുള്ള ക്ലാസുകൾ, ചർച്ചകൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ചും വിവിധ വ്യക്തികളും വിവിധ സംഘടനകളും വിവിധ വിശ്വാസങ്ങളുള്ളവരും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ അതിൽ നിന്നും അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ സാധാരണ ചോദിക്കാറുള്ള പോലെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. എത്ര പേർ ഇതിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ എന്നടിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നവർ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. പലർക്കും സൂം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാവാം. ഗൂഗിൾ മീറ്റിലൊക്കെ ആയിരിക്കും നേരത്തെ യോഗങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതും പഠിക്കണമല്ലോ. അപ്പോൾ ഇതിലൊരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ഇതിലൊരു മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സംവിധാനങ്ങളുണ്ട്. എത്ര പേർക്ക് അതിൽ റിപ്ലൈ തരാൻ സാധിക്കും? കമ്പ്യൂട്ടർ എന്നടിക്കുക അല്ലെങ്കിൽ സി എന്നടിക്കുക. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ. നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, കമ്പ്യൂട്ടറിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ഏകദേശം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേർ ഇതിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സൂമിൽ ആദ്യമായിട്ട് കയറുന്നവരായിരിക്കും കൂടുതൽ പേരുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ചാറ്റ് ബോക്സ് എവിടെയാണ്, എങ്ങനെയാണ് അതിൽ ടൈപ്പ് ചെയ്യുക, ആ ഒരു സംവിധാനത്തെ പറ്റി വലിയ പരിചയം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടവരെങ്കിൽ കുറച്ച് പേർക്ക് കൂടി വളരെ എളുപ്പമാകും ഇതിനെ പറയുവാനായിട്ട്. പൊതുവെയുള്ള ഒരു സ്ഥിതി വിവരം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു 75% ആളുകളും മൊബൈൽ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലൂടെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഒൺലി ഫോൺ. വെരി ഗുഡ്. ഒരാളെങ്കിലും ആൻസർ ചെയ്തല്ലോ, നന്ദി. അപ്പോൾ മൊബൈൽ ഫോണിലൂടെയാണ് 75% ആളുകളും അറ്റൻഡ് ചെയ്യുന്നത്. 25% ആളുകളൊക്കെ മാത്രമേ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് ആണ് കൂടുതൽ ഭാഗങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത്. സൂം എന്ന ഒരു മാധ്യമമുണ്ട്. സൂമിലൂടെയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ടീംസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കും വീഡിയോ കോൺഫറൻസിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലി ഫോൺ എന്നുള്ള മെസ്സേജുകൾ ധാരാളം വന്നിട്ടുണ്ട്. കുറച്ച് സമയമെടുത്ത്, അതിപ്പോൾ പാരൻസ് ഒക്കെയാണ് ഇപ്പോൾ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും മക്കളോട് ചോദിച്ചിട്ട് അത് ടൈപ്പ് ചെയ്യണം. ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സാങ്കേതിക വിദ്യയെ ഒരു അകൽച്ചയോടെ വെറുപ്പോടെ ഒരിക്കലും കാണരുത്. അത് ഈ ലോകത്തുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച്, നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചു, അറിവിന്റെ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു പുതിയ സങ്കേതമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. ഒരുപക്ഷെ എനിക്ക് രസകരമായി തോന്നുന്നത്, വിദ്യാഭ്യാസം കേരളത്തിൽ ആരംഭിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. കാർഷിക പണി ചെയ്ത് പറമ്പിലോ അല്ലെങ്കിൽ പാടത്തോ കിളയ്ക്കുകയോ വയലൊഴുകുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മക്കളോട് പറയുകയാണ്, നമ്മളൊരു പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ബെഞ്ചും ഡെസ്കും ഉണ്ട്, അവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കണം. ഒന്ന് പോ സാറേ, എനിക്ക് വേറെ പണിയുണ്ട്, ഇവിടെ കാളേനെ പൂട്ടാനുണ്ട്, അല്ലെങ്കിൽ തെങ്ങിന് തട എടുക്കാനുണ്ട്. അതൊക്കെ വിട്ടിട്ട് ഈ കൊച്ചിനെ എങ്ങനെ ഞാൻ അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. വെരി ഗുഡ്. കുറെ പേര് ഓൺലി ഫോൺ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ റിപ്ലൈ ചെയ്യാം. അതിനെപ്പറ്റി അതിനെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് സംസാരിക്കാം.
അപ്പോൾ ഒരു പുതുതായിട്ട് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ, പുതുതായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷനിലൂടെ എന്തെങ്കിലും ഒരു പുതിയ മരുന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർജറി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും പുതിയതായിട്ട് എന്തെങ്കിലും സാധ്യതകൾ, പുതിയ ടെക്നോളജി വരുമ്പോഴോ അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ വരുമ്പോഴോ, ഇപ്പൊ നമ്മളെല്ലാവരും ഇടതുവശത്തൂടി വണ്ടി ഓടിക്കുന്നു, വലതുവശത്തൂടി നടന്നു പോകുന്നു. ഇപ്പൊ നാളെ പറയുവാണ് അത് നേരെ തിരിച്ചാക്കി എന്ന് പറയുവാണെങ്കിൽ നമുക്കത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല, നമ്മുടെ മനസ്സിലേക്ക് അത് പതിയില്ല, കുറച്ച് സമയം എടുക്കും. ആ ഒരു ചെറിയ കാലതാമസമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആരും വറി ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും മോശം കരുതേണ്ട കാര്യമില്ല. ഇതൊരു ട്രാൻസിഷൻ ടൈമാണ്, ട്രാൻസ്ഫോർമേഷൻ ടൈമാണ്, ഒരു വലിയ മാറ്റത്തിന്റെ, ഇത് ന്യൂ നോർമൽ എന്ന് പറയുന്നത്. ഒരു വലിയ മാറ്റത്തിന്റെ, ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ എന്നുള്ള രീതിയിൽ ലോകത്തെ രണ്ടായി മുറിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നമുക്ക് ത്രില്ലടിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ സ്വാതന്ത്ര്യ സമരം നടന്നു എന്ന് പറയണ്ട, ഞാനോ നിങ്ങളോ അതിൽ കണ്ടവരാരും ഉണ്ടാവില്ല, പങ്കെടുത്തവരുണ്ടാവില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ഭൂമിയിൽ നടന്നതിൽ നമുക്കറിയില്ല അതിനെപ്പറ്റി. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു, നേരിട്ട് അനുഭവിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ തരണം ചെയ്യും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് അംഗീകരിക്കുക. നമ്മൾ ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ, പുതിയ പഠന രീതിയുടെ ശൈശവ ദിശയിലാണ്. അതിന്റെ പോരായ്മകൾ എല്ലാവരിലും ഉണ്ടാവും. എല്ലാവരിലും എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനമായിട്ട് 4 ആയിട്ട് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും സർക്കാരും ഭരണകൂടവും ചേരുന്നതാണ് വിദ്യാഭ്യാസത്തിലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ശൈശവ ദിശയിൽ എങ്ങനെയാണോ ഒരു കുട്ടി പിച്ച വയ്ക്കാൻ പഠിക്കുന്നത്, വീഴുന്നത്, ഉരുണ്ട് വീഴുന്നത്, കമിഴ്ന്നു വീഴുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുള്ളൂ. അത് ആ ഒരു യാഥാർത്ഥ്യബോധം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരാൻ സാധിക്കും. ഡിജിറ്റൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും എങ്ങനെയാണ് അത് നമ്മളെ ബാധിച്ചിരിക്കുന്നത്? നമ്മളെ ബാധിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കണം. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മളാരും സംസാരിക്കാനേ പോകുന്നില്ല. ഇതിപ്പോ മൊബൈൽ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയ എന്നുള്ളത് ഒഴിവാക്കാൻ സാധിക്കാത്ത, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഏകദേശം 20 വർഷം മുമ്പായിരിക്കും, 2000-ലോ 2001-ലോ മറ്റോ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അങ്കമാലിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞൊരു മാസികയിലാണ്. ഒരാളെ ലാപ്ടോപ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥിയല്ല എന്ന്. അപ്പോൾ ആ മാസികയിൽ ഞാനിങ്ങനെ ഒരു ചെറിയ ആർട്ടിക്കിൾ, നോമോ ഫോബിയ എന്ന് പറഞ്ഞിട്ട്, നോമോ ഫോബിയ എന്ന് പറഞ്ഞാൽ നോ മൊബൈൽ ഫോബിയ. അതായത് എൻ്റെ മൊബൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക അവസ്ഥ കുറെ സമയത്തേക്ക് ഉണ്ടാകും. മൊബൈൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 20 വർഷം മുമ്പാണെന്നല്ലോ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അസുഖത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ ഒരു മെസ്സേജ് വരണ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ളിലൊരു കിടുക്കുണ്ടാവുക, അതെന്തായിരിക്കും ഒരു ആശങ്ക ഉണ്ടാവുക. മൊബൈൽ കുറെ നേരത്തേക്ക് റിങ് ചെയ്തില്ലെങ്കിൽ അതെന്താ സൈലന്റ് മോഡാണോ, വേറെ എന്തെങ്കിലും കേടുണ്ടോ എന്നൊരു ആശങ്ക ഉണ്ടാവുക. അങ്ങനെ മൊബൈൽ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോഴത്തെ സമയത്ത് 2 മൊബൈലും 2 കയ്യിലും പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. കൂടെ ലാപ്ടോപ്പും ഉണ്ട്. കാലം മാറി. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കൈ എന്ന് പറയുന്ന പോലെ, ഇടത് കൈ വലത് കൈ എന്ന് പറയുന്ന പോലെ ഒരു മൊബൈൽ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഈ മൊബൈൽ വേണോ ലാപ്ടോപ്പ് വേണോ കമ്പ്യൂട്ടർ വേണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഇത് ചെയ്യും. ഡിജിറ്റൽ ഡിവൈഡ് എന്ന ഒരു പദം കുറെ വർഷങ്ങളായിട്ട്, ഈ കൊറോണ വന്നതിന് ശേഷമല്ല, അതായത് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അറിയാവുന്നവരും അതറിയില്ലാത്തവരും,
രണ്ടായിട്ട് ലോകത്തെ കീറി മുറിക്കുന്ന ഒരു സംഭവ വികാസം. സാങ്കേതിക വിദ്യ അറിയാവുന്നവരും സാങ്കേതിക വിദ്യ അറിയില്ലാത്തവരും. പണ്ടൊക്കെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന പോലെ, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പണ്ട് പറഞ്ഞിരുന്ന പോലെ, അല്ലെങ്കിൽ അക്ഷരം അറിയാവുന്നവനും അക്ഷരാഭ്യാസം ഇല്ലാത്തവനും എന്ന് പറയുന്ന പോലെ ഒരു പദപ്രയോഗമാണ് ഡിജിറ്റൽ ഡിവൈഡ്. ലോകത്തെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്ന് ഡിജിറ്റൽ ആയിട്ടുള്ള ലിറ്ററസി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സാക്ഷരതയുള്ള ആളുകളും അതില്ലാത്ത ആളുകളും. അത് പല രീതിയിലാണ്, ജെൻഡർ വൈസ് ആയിട്ടുണ്ട്. സ്ത്രീകളെ പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ കൂടുതലും ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് പുരുഷന്മാർക്കാണ്. സ്ത്രീകളെ അത് പിന്നോക്കം നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാമൂഹ്യ നീതിയുടെ ഒരു പ്രശ്നം അതിലുണ്ട്. സമ്പന്നനും ദരിദ്രനും തമ്മിൽ നോക്കുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയർന്ന രാജ്യങ്ങളും താഴ്ന്ന രാജ്യങ്ങളും തമ്മിൽ നോക്കുമ്പോൾ വലിയ അന്തരമുണ്ട്. സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള ആളുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ലോകം ഭരിക്കുന്നത് സാങ്കേതിക വിദ്യയാണ്. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടെല്ലാം ഭരിക്കാൻ പോകുന്നത് സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ശരിയായ അറിവില്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്യുവാനായിട്ട് ഈ വൻകിട സ്ഥാപനങ്ങൾക്കും ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ പല വിപണന കമ്പനികൾക്കും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ സാധിക്കും. യാതൊരു ഉപയോഗവും ഇല്ലാത്ത പല വസ്തുക്കളും നമ്മുടെ വീട്ടിൽ ശേഖരിച്ചു വയ്ക്കും. നമ്മുടെ പണം അവർ ഊറ്റിയെടുക്കുകയും നമ്മൾ ദരിദ്രരായി മാറുകയും അവർ സമ്പന്നരാകുകയും മാറുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സാമൂഹ്യ ശാസ്ത്രം ഇതിന് പിന്നിലുണ്ട്. അത് അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നതാണ്. ഡിജിറ്റൽ ആയിട്ടുള്ള വിവരസാങ്കേതിക വിദ്യയുടേതായ അറിവില്ലായ്മ കൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ. അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാക്ഷരതയിലേക്ക് വന്നേ തീരും. എനിക്ക് ഈ കുട്ടികളോട് അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വറി ചെയ്യാനില്ല. കുട്ടികളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. പക്ഷെ മുതിർന്ന ആളുകൾ, ഇപ്പോൾ ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ എന്നുള്ള ഒരു ലെവലിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പുള്ള ജനറേഷനിലുള്ള ആളുകൾ, തീർച്ചയായിട്ടും പാരൻസിനെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണ്, ഈ സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനം നേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും വഞ്ചിക്കപ്പെട്ടേക്കാം. സാമ്പത്തികമായി നിങ്ങളെ ചൂഷണം ചെയ്തേക്കാം. ഈ ലോകത്ത് അതിനുള്ള വലിയ ഏതൊരു സംഭവവും, ഇപ്പോൾ കത്തി കൊണ്ട് നമുക്കൊരാളെ കുത്തിക്കൊല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ കത്തി കൊണ്ട് നമുക്കൊരാളെ സർജറി ചെയ്യാനും സാധിക്കും, രക്ഷപ്പെടുത്തുവാനും സാധിക്കും എന്ന് പറയണ പോലെ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് നമുക്ക് കത്തി കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരാളെ മുറിപ്പെടുത്തുവാൻ സാധിക്കും എന്ന് പറയണ പോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൊണ്ട് ആളുകളെ നല്ല പാതയിലേക്ക് നയിക്കുവാനും സാധിക്കും, ചൂഷണം ചെയ്യുവാനും സാധിക്കും. ആ ചൂഷണം നടക്കുന്നതിന്റെ, ആ തട്ടിപ്പ് നടക്കുന്നതിന്റെ നിരവധി കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും ധാരാളം കഥകൾ പുറത്തേക്ക് വരും. പത്രമാധ്യമങ്ങളിലൂടെ വരുന്നതിന്റെ 10 ഇരട്ടിയാണ് സൈബർ പോലീസിൽ ലഭിക്കുന്ന കംപ്ലൈന്റുകൾ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സൈബർ സെല്ലിൽ നിന്നുള്ള നല്ല ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടെന്ന്. ഓരോ സ്കൂളുകളിലും സൈബർ സെല്ലിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്ത ആളുകൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിക്കുന്നുണ്ട്, അതിൽ എന്തൊക്കെ എനിക്ക് ഓൺ ചെയ്യാൻ അറിയാം, ഓഫ് ചെയ്യാൻ അറിയാം, അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിലൊരു 100 കൂട്ടം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിൽ ഉപയോഗിക്കുന്നത് ഏകദേശം 10 ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ബാക്കിയുള്ളതിനെ പറ്റി അറിയില്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ അറിയാൻ ശ്രമിക്കാത്തത്? അതെനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അത് പഠിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം എന്ന് ഞാൻ ഈ സമയത്തിൽ ഒന്ന് അടിവരയിട്ട് പറയുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും സാങ്കേതിക വിദ്യയാണ് ലോകത്തെ ഭരിക്കുന്നത്. ഇന്റർനെറ്റും ഓൺലൈനും ഇന്റർനെറ്റ് അധിഷ്ഠിത സങ്കേതങ്ങളും, അത് പഠനമാകാം, അത് കച്ചവടമാകാം, അത് ഷോപ്പിംഗ് ആകാം, അത് ജോലി സാധ്യതകളാകാം, എല്ലാ കാര്യങ്ങളിലും ഇന്റർനെറ്റ് അടിസ്ഥാനമായിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്തെ ഭരിക്കുവാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു 50 വർഷം മുമ്പ് കേരളത്തില് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ലാത്ത ആളുകൾ എങ്ങനെയായിരുന്നു? അവരൊക്കെ എങ്ങനെ, ഇപ്പൊ എന്തെങ്കിലും ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിൽ കൊണ്ടുചെല്ലണം, ഇന്ന് വായിച്ചു തരാമോ എന്ന് ചോദിക്കാനായി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പത്രത്തിൽ വാർത്ത കേൾക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ചായക്കടയിലോ ആരെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും, അത് കേൾക്കണം, കാരണം എനിക്ക് വായിക്കാൻ അറിയില്ല.
അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഡിജിറ്റൽ ആയിട്ടുള്ള അറിവില്ലായ്മ, ഡിജിറ്റൽ നിരക്ഷരത എന്ന് പറയുന്നത്. അത് ആർജിച്ചെടുക്കുവാൻ സാധിക്കണം. അതിപ്പോൾ 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഒന്നും അല്ല, ചിലപ്പോൾ 1 മാസമോ 2 മാസമോ എടുത്തിട്ടാണെങ്കിലും 1 വർഷം എടുത്തിട്ടാണെങ്കിലും അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ 1 മാസം കൊണ്ട് ലോക്ക്ഡൗൺ തീരും, കൊറോണ പോകുമെന്ന് കരുതിയിരുന്നതാണ്. 1 വർഷം കഴിഞ്ഞു, 1.5 വർഷമായി, 3ാം തരംഗം എന്ന് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ 3ാം തരംഗം വന്നാലും ഇല്ലെങ്കിലും, കൊറോണ വൈറസ് പോയാലും ഇല്ലെങ്കിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയായിരിക്കും ലോകത്തിന്റെ ക്രമം നിശ്ചയിക്കുന്നത്. അതിനുള്ള വലിയ ഒരുക്കങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആശയപരമായിട്ട് അതിനോട് വിയോജിച്ച് നിന്നാലും, ഞാനും വിവിധ പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വായനശാല പോലെയുള്ള, റെസിഡൻസ് പോലെയുള്ള കൂട്ടായ്മകളിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. ആളുകൾ തമ്മിലുള്ള ബന്ധമാണ് വലുത്, സാങ്കേതിക വിദ്യ അല്ല വലുത് എന്നൊക്കെ തന്നെ പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. വായനശാലയിലെ പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും ആളുകളുമായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അതൊരിക്കലും നമ്മുടെ അജ്ഞതയ്ക്ക് കാരണമാകരുത്, ഇഗ്നോറൻസിന്. അത് നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് അധ്യാപകർ തന്നെയാണ്. അധ്യാപകരെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പുറത്തു പോയിട്ട്, ഞാൻ ഒരു ടീച്ചറോട് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴും, പുറത്തു പോയിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയമില്ല. കാരണം കഴിഞ്ഞ ജൂണിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോയിട്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, സ്കൂളിൽ പോയിട്ട് ഇതിനെപ്പറ്റി എന്തും മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ എപ്പോഴും ഇൻ സർവീസ് ട്രെയിനിങ് നടക്കുന്നതാണ്. അങ്ങനെ പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ല. വീട്ടിന്റെ അകത്ത് അടച്ചിരിക്കുന്ന സമയത്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കണം എന്ന് പറയുന്നത്. അധ്യാപകർ അത് വലിയ തോതിൽ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ, അതാണ് ഞാൻ ഈ പത്രത്തിലൊക്കെ വന്ന ഫോട്ടോസാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തൊട്ടിലിൽ മൊബൈൽ കെട്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റൂളിന്റെ പുറത്ത് മൊബൈൽ വെച്ചും ക്ലാസ് എടുത്ത് അതിനൊരു മുടക്കം വരാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതിന് അധ്യാപകരോട് വലിയ ബഹുമാനമുണ്ട്. എപ്പോഴും ഏറ്റവും നോബ്ലസ്റ്റ് പ്രൊഫഷൻ എന്ന് പറയുന്ന അധ്യാപനമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിലയിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ച അധ്യാപക സമൂഹത്തിനോട് വലിയ നന്ദി ഓരോ പാരൻസിനും, ഞാൻ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് പറയുകയാണ്, പാരൻസിനും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും തോന്നേണ്ടതാണ്. നിലവിൽ ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാനായിട്ട് അധ്യാപകരെല്ലാം നന്നായിട്ട് പരിശ്രമിച്ചു. പല സ്ഥലത്തുനിന്നും പല രസകരമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് ഈ ക്ലാസ് എടുക്കുവാനായിട്ട് കഷ്ടപ്പെട്ടതിനെ കുറിച്ച്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം അഡാപ്റ്റിംഗ് ടു ദ ന്യൂ ചേഞ്ചസ്, അഡാപ്റ്റബിലിറ്റി, അതായത് ഒരു താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത് പുതിയ സംഭവ വികാസങ്ങളോട്, പുതിയ മാറ്റങ്ങളോട് എങ്ങനെ താതാമ്യം പ്രാപിക്കാം, ഇഴകിച്ചേരാൻ സാധിക്കും. ഒരു പ്രത്യേക സ്കില്ലാണ്, അത് പഠിക്കേണ്ട ഒരു നൈപുണ്യമാണ്. അസാപ്പ് പോലുള്ള അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി സ്കിൽ ഡെവലപ്മെന്റ് ഉയർന്നു വന്നിരിക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല പ്രോജക്റ്റുകളും സ്കിൽ ഇന്ത്യ, സ്കില്ലിംഗ്, അതായത് എന്തെങ്കിലും ഒരു സ്കിൽ, എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു കഴിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്, 5-6 വർഷങ്ങളായിട്ട് സ്കിൽ എന്നുള്ള SKILL, സ്കിൽ അതായത് നൈപുണ്യം, ഒരു കാര്യം ചെയ്യുവാനുള്ള പ്രാവീണ്യത്തെയാണ് സ്കിൽ എന്ന് പറയുന്നത്. അത് ടെക്നിക്കൽ സ്കില്ലാകാം, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ലാകാം. ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന ഒരു സ്കിൽഡ് ജോബാണ്, ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക് ചെയ്യുന്ന ഒരു സ്കിൽ ജോബാണ്, ഒരു കുക്കിംഗ് ചെയ്യുന്നത് ഒരു സ്കിൽ ജോബാണ്, ബേക്കിംഗ് ചെയ്യുന്നത് ഒരു സ്കിൽ ജോബാണ്. അപ്പൊ സ്കില്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ തന്നെ ഹാർഡ് സ്കിൽസ് ഉണ്ട്, സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഹാർഡ് സ്കിൽസ് ആണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഒരു കാർപ്പൻട്രി എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്, ഒരു പ്ലംബർ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അതൊക്കെ ഹാർഡ് സ്കില്ലാണ്, നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട സ്കില്ലാണ്.
അതിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് സോഫ്റ്റ് സ്കിൽ. സോഫ്റ്റ് സ്കിൽസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ പുതിയ ഐഡിയാസ്, ആശയങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ സോഫ്റ്റ് സ്കിൽസിൽ വരുന്നതാണ്. ഞാനൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും സോഫ്റ്റ് സ്കിൽസ് ആണ് കൂടുതലും ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ സോഫ്റ്റ് സ്കില്ലിലൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്ന 10 സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ലൈഫ് സ്കിൽസ് എന്നും പറയാം, ജീവിതത്തിൽ ആവശ്യമായ കുറച്ച് നൈപുണ്യം. അതായത് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ തൊഴിലിന് മാത്രം ആവശ്യമുള്ള ഒരു കാര്യമല്ല, ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ശരിയായ രീതിയിൽ, ശരിയായ സ്ഥലത്ത്, ശരിയായ രീതിയിലുള്ള ആശയവിനിമയം നടത്തുക എന്നുള്ളത്. പറയേണ്ടത് പറയ സ്ഥലത്ത് പറയേണ്ട പോലെ പറയാൻ സാധിക്കുക എന്നുള്ളത്. അത് ആ ഒരു 10 സ്കില്ലിനേക്കാളും വളരെ പ്രാധാന്യമായിട്ട് എനിക്കിപ്പോൾ ഈ കൊറോണ കാലത്ത് തോന്നുന്നത് പുതിയ ചേഞ്ചസിനോട് താതാമ്യം പ്രാപിക്കാനുള്ള ഒരു കഴിവാണ്. അഡാപ്റ്റിംഗ് ടു ദ ന്യൂ ചേഞ്ചിങ് സിറ്റുവേഷൻസ്. നമുക്കറിയില്ല എങ്ങനെയാണ് പുതിയ ലോകം വരാൻ പോകുന്നത്, പുതിയ രോഗം വരാൻ പോകുന്നത്, എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ലാത്ത സമയത്ത്, മൊത്തം ലോക്ക്ഡൗൺ ചെയ്തിട്ട് നമുക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കാണിച്ച, അതിൽ സക്സീഡ് ചെയ്ത എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. അതാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. നമ്മൾ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയാത്ത കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ വേണ്ട ഒരു കഴിവാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ലോ 12ലോ ബിരുദത്തിനോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് ടു ദ ന്യൂ ചേഞ്ചസ് ആണ്. അതിൽ പാരൻസിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ, പാരൻസിനെ സംബന്ധിച്ചോളം ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു അഗ്നിപർവ്വതം പുകയുന്ന പോലെയുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ ചില ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്ന പല വാർത്തകളിൽ നിന്നൊക്കെയുള്ള ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട്ടിലെ സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. ചിലപ്പോ വീട്ടിലെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന, വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ പോകുന്ന ആളാണെന്ന് വയ്ക്കുക. അതിൽ ഒരാളെങ്കിലും വർക്ക് ഫ്രം ഹോം ആണെന്ന് വയ്ക്കുക. അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നു. ഒരു കുട്ടിയോ 2 കുട്ടിയോ 2 സ്ഥലത്തായിട്ടിരുന്ന് പഠിക്കുന്നു. മൊബൈൽ ഫോണുകൾ ചിലയ്ക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, പാചകം ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിൽ ചിലപ്പോൾ അതിഥികൾ വന്നിരിക്കാം. ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ വർഷം ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തുടങ്ങി ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വളരെ എക്സ്പേർട്ടായി മാറി. കുറച്ചു കാലം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് അഡാപ്റ്റബിൾ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടായി, എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ 10:30ക്കാണ് പറഞ്ഞിരുന്നത്. രാവിലെ 10:30ക്കുള്ള ക്ലാസ്സിനൊക്കെ എല്ലാം റെഡി ആയിട്ടിരുന്നു. അപ്പോൾ എൻ്റെ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടില് അവരുടെ ഒരു ഗേറ്റിന്റെ വെൽഡിങ് ജോലിക്കായിട്ട് പെട്ടെന്ന് 2 പേര് വന്നു. നമുക്കറിയാം വെൽഡിങ്ങിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഭാഗത്തെങ്ങും നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ക്ലാസ് എടുക്കാനിരിക്കുന്ന റൂമിന്റെ ജനലയുടെ അപ്പുറത്താണ് ഈ ഗേറ്റ് വരുന്നത്. അത് അവരുടെ തെറ്റല്ല, എൻ്റെയും തെറ്റല്ല. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആകസ്മികമായി ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും. അവർ വന്നു, അവരുടെ പണി തുടങ്ങി. 3 പേരും കൂടി, ഒരു വെൽഡറും 2 കട്ടറുമാണ്. കട്ടർ ഗ്രൈൻഡിങ് ചെയ്യുന്നു, വെൽഡിങ് ചെയ്യുന്നു. ഗ്രൈൻഡിങ്ങിന്റെ സൗണ്ട് അരമണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി ഈ സീൻ കോൺട്രേ ആകും. ഇപ്പൊ തന്നെ ഇവിടുന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ക്ലാസ് എനിക്ക് വലിയ അങ്ങേ തലക്കിലിരിക്കുന്ന 100 പേരോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ലാപ്ടോപ്പ് മടക്കി കുറച്ച് അകലെയുള്ള എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് സ്കൂട്ടർ എടുത്ത് ഓടിപ്പോയി. കൃത്യം 10 മണിക്ക് തന്നെ അവിടെ ലോഗിൻ ചെയ്യാൻ സാധിച്ചു. ഇതാണ് അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്നാണ് എപ്പോഴും എങ്ങനെയാ സംഭവിക്കാന്നറിയില്ല. ഇതുപോലെയുള്ള രസകരമായ സംഭവങ്ങൾ ഈ ഓൺലൈൻ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുണ്ട്, അധ്യാപകർക്കുണ്ടായിട്ടുണ്ട്, രക്ഷിതാക്കൾക്കുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ആദ്യമൊന്നും ഈ ക്യാമറ ഓൺ ചെയ്ത് വെക്കണേ എങ്ങനെയാണെന്നറിയില്ല, ക്യാമറ ഓണാണോ ഓഫാണോ എന്നറിയില്ല, മൈക്ക് ഓണാണോ ഓഫാണോ എന്നറിയില്ല. മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ അപ്പുറത്ത് മീൻകാരനോട് സംസാരിക്കണതും മീൻകാരൻ ഹോൺ അടിക്കുന്നതും കേൾക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് 2 പേര് തമ്മിൽ വഴക്കിടുന്ന ഒച്ചത്തിൽ റേഡിയോ അല്ലെങ്കിൽ TV വെച്ചിരിക്കുന്ന സൗണ്ട് വരുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തു. 1 വർഷം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിനെയാണ് പറയുന്നത് അഡാപ്റ്റിംഗ്.
താതാമ്യം പ്രാപിക്കുക, അതുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരുക, അല്ലെങ്കിൽ അനുസൃതമായിട്ട് നമ്മുടെ ജീവിത ക്രമത്തെ മാറ്റുക എന്നുള്ളത്. പ്രിയ മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ സ്കൂൾ നമ്മുടെ വീട്ടിലായി മാറിയിരിക്കുകയാണ്. വിദ്യാലയം എന്ന് പറയുന്ന ദേവാലയം നമ്മുടെ വീടിനകത്തേക്ക് മാറിയിരിക്കുകയാണ്. അത് മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എൻ്റെ വീടിൻ്റെ ഒരു മൂലയ്ക്കൊരു ക്ലാസ് നടക്കുന്നുണ്ട്, എൻ്റെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, അധ്യാപകൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടി ക്ലാസ് എടുക്കുന്നു, കുട്ടിക്ക് ക്ലാസ് നടക്കുന്നു, അപ്പുറത്ത് TV ന്യൂസ് വെച്ചിരിക്കുന്നു, ന്യൂസ് ചാനലിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ രണ്ടുപേരിരുന്നുകൊണ്ട് ഭയങ്കരമായ കാര്യത്ത് സംസാരിക്കുന്നു, അതിന്റെ ഒച്ച കാരണം കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതൊന്നും കേട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പാലാരിവട്ടം പൊളിക്കുകയോ പൊളിക്കാതിരിക്കുകയോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ കേട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കാനില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ കുട്ടിയുടെ പഠനത്തിന് വേണ്ട നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ വരാം. നമ്മൾ പ്രതീക്ഷിക്കാതെ കയറി വരുന്ന ഗസ്റ്റ് ഉണ്ടാകാം, വാദോരാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മളുടെ കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഇതൊരു വിദ്യാലയമാണ്, ഒരു ക്ലാസ് മുറിയാണ് അവിടെ നടക്കുന്നത്. അതിന് വേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാരൻസിനെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ സമയത്ത് മാറ്റിവെക്കുക, ശബ്ദശല്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ്, പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് കുട്ടികൾക്കുണ്ടാവും. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യത്തിലായാലും, മറ്റു യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന സൗണ്ട് ആയാലും, മിക്സിയോ അല്ലെങ്കിൽ കുക്കറോ അതുപോലെയുള്ള ഇത് പ്രവർത്തിക്കുന്നതായാലും, ആളുകളുടെ സഞ്ചാരം പോലും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലും ആ കുട്ടി പഠിക്കുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. നമ്മൾ തുടങ്ങിയതിൽ നിന്നും വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. അതിൽ വളരെയധികം അത് വളരെയധികം അപ്രിഷിയേറ്റബിൾ ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചേ വരുന്നുള്ളൂ. ആ പഠിക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യം, നമ്മുടെ വീടുകളിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണോ, ലാപ്ടോപ്പ് ഉപയോഗിച്ചാണോ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണോ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണോ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഇത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഇതിന്റെ സ്ക്രീൻ സൈസിനെ പറ്റി നമുക്കറിയാം. കുട്ടികൾ വളരെയധികം സമയം ചെറിയ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. സ്ട്രെസ്, സ്ട്രെയിൻ, കണ്ണിന്റെ പ്രശ്നങ്ങളുണ്ട്. കണ്ണിന്റെ പ്രശ്നവും അതുപോലെ ഉണ്ടാവുന്ന സ്ട്രെയിനും അതുപോലെ തലവേദനയുമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ വേണം എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വിവിധ ഇപ്പൊ സ്മാർട്ട് ഫോൺസ് ആണ് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ളത്. എൻ്റെ വീട്ടില് പാരൻസിന് ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കൾക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട്. അതിനടുത്തതായിട്ട് ടാബ്ലറ്റ്സ് ഉണ്ട്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 8 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ സ്ക്രീൻ സൈസ് ഉള്ളതാണ്. അതായത് പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സ്ലേറ്റിന്റെ അതേ സൈസ്, അല്ലെങ്കിൽ ഒരു 100 പേജ് നോട്ട്ബുക്കിന്റെ ഒക്കെ സൈസിലുള്ളതാണ് ടാബ്ലറ്റ് എന്ന് പറയുക. അതിനും മേളിലായിട്ട് ലാപ്ടോപ്സ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്. ഈ മൊബൈൽ ഫോണിന് ഒരു 6000 രൂപ 8000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ടാബ്ലറ്റ് വാങ്ങാനായിട്ട് ഒരു 10 രൂപ 12 രൂപ ചിലവാകും. ഒരു നല്ല ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ 25,000 30,000 രൂപ വരും. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ 20-25 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വേണമെന്നുള്ളതാണ് കുട്ടികൾക്ക് പഠനത്തിനായിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു തുടർ പ്രതിഭാസമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ക്ലാസ്സുകൾ തുറന്നാലും സ്കൂളുകൾ തുറന്നാലും ഈ ഒരു ഇതിൻ്റെ പാർട്ടായിട്ടുണ്ടാകും. ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ, ഓൺലൈൻ സെമിനാറുകൾ പലതും ഉണ്ടാകും. അപ്പോൾ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് ഞാൻ മാതാപിതാക്കളോട് പറയണത് ഒരു കമ്പ്യൂട്ടർ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം. എനിക്കറിയാം അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാനും സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് റിക്രൂട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ധാരാളം സ്റ്റുഡൻസ് ബയോഡാറ്റയൊക്കെ ആയിട്ട് വരും. അപ്പോൾ സാധാരണ വീട്ടിലെ എറണാകുളത്താണ് ഓഫീസ്, വൈപ്പിൽ നിന്നും അതുപോലെ ഞാറക്കിൽ നിന്നും അതുപോലെ ഈ തീരദേശത്തു നിന്നൊക്കെയുള്ള ധാരാളം കുട്ടികൾ
വളരെ സാധാരണ ജോലി ചെയ്യുന്ന മാതാപിതാക്കളുള്ള കുട്ടികളൊക്കെ വരാറുണ്ട്. എനിക്ക് അത്ഭുതപ്പെട്ടേക്കുന്നത് പലരും കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് പല കോഴ്സുകൾക്കും വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ. അത് കാണുമ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് സാറ് ഞാൻ അവിടെ പോയി പഠിച്ചു, 60,000 രൂപ കൊടുത്തു. ഞാൻ 6 മാസത്തെ കോഴ്സ് ഇവിടെ പോയി പഠിച്ചു, എനിക്ക് എയർലൈൻസിൽ ജോലി കിട്ടും, 1.5 ലക്ഷം രൂപ മുടക്കി. ഇങ്ങനെയുള്ള ധാരാളം കഥകൾ വരുന്നു. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ വഞ്ചിതരാകുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കരുത്. ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം നടക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് തൊഴിൽ സംബന്ധമായിട്ട്. വിദേശത്ത് തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരുടെയും പൈസ മേടിക്കുന്നു. ഞാൻ പറയുവാണ് നല്ല ശമ്പളമുണ്ട്, നിങ്ങൾക്ക് ഉടനെ തന്നെ കാനഡയിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവന്ന് പൈസ തരും. എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, ഞാൻ അതിന് യോഗ്യനാണോ, ഇത്രയും പൈസ കിട്ടാനുള്ള എന്ത് ഇതാണോ ഉള്ളതെന്ന് ആളുകൾ ചിന്തിക്കില്ല. അതുപോലെ തന്നെ വേറൊരു പ്രതിഭാസമാണ് എറണാകുളത്തും പരിസരത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നതാണ് ചെറിയ കോഴ്സുകൾ. 3 മാസം 6 മാസം 1 മാസമൊക്കെ ഉള്ള ചെറിയ ചെറിയ കോഴ്സുകൾ. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഒരു പരസ്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പരസ്യമാണ്. ഡോക്ടറേക്കാൾ ഉയർന്ന ശമ്പളം, എഞ്ചിനീയറേക്കാൾ ഉയർന്ന സ്റ്റാറ്റസ്. നിരവധി കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് നിരവധി ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും സ്ഥിരമായിട്ട് പരസ്യം വന്നുകൊണ്ടിരുന്നതാണ്. അവിടെയൊക്കെ പോയിട്ട് 50,000 1 ലക്ഷവും മുടക്കിയ ധാരാളം ആൾക്കാരെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ എൻ്റെ മുമ്പിൽ കൂടി കടന്നു പോയിട്ടുള്ളതാണ്. പലരോടും സംസാരിക്കുമ്പോൾ പല കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പൈസ എന്നുള്ളത് വളരെ മൂല്യമുള്ള ഒരു കാര്യമാണ്. അത് സംഘടിപ്പിക്കാൻ പ്രശ്നമുള്ളതാണ്. അത് വളരെ കരുതലോടെ ഉപയോഗിക്കേണ്ടതാണ്. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, സാധിക്കുന്നവർ കുട്ടികൾക്ക് വലിയ സ്ക്രീനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ സാധിക്കാത്തവർ മറ്റു ഓപ്ഷനുകളെ കുറിച്ച് ചിന്തിക്കണം. പലിശയില്ലാത്ത വായ്പ കൊടുക്കുന്ന പല പദ്ധതികളും സഹകരണ സംഘങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. KSFE പോലുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളിലുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ പല പദ്ധതികളിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പ് 2011 തോന്നുന്നു, കുട്ടികൾക്ക് ടാബ്ലറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കും ഞാൻ അന്ന് അതിനെതിരെ പ്രതികരിച്ച ആളാണ്. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട്, അത് സെലക്ടഡ് ആയിട്ടുള്ള ചില കാറ്റഗറിയിലുള്ള സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ടാബ്ലറ്റ് കൊടുക്കുന്ന പദ്ധതി 2011 അത് വന്നത്. നിയമസഭയിലൊക്കെ അത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിനെ ഒത്തിരി എതിർത്തിട്ടുള്ള ആളാണ്. കുട്ടികൾക്ക് എന്തിനാണ് ടാബ്ലറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ലാപ്ടോപ്പ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. മുമ്പോട്ടുള്ള പോക്ക് ഇതുപോലെ തന്നെ ഓൺലൈൻ എന്നൊരു സാങ്കേതിക വിദ്യയിലൂടെ അധിഷ്ഠിതമായിരിക്കും. അത് തുടർ പഠനത്തിനായാലും ഉന്നത പഠനത്തിനായാലും ജോലി നേടുന്നതിനായാലും ജോലി ചെയ്യുന്നതിനായാലും ഇത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു വലിയ സ്ട്രെസ് ഉണ്ട്. ഞാൻ നിങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സാണ്. അത് മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. ഒരു മിഥ്യാ ഭയം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മിഥ്യാഭയം ഉണ്ട്. എപ്പോഴെങ്കിലും നെറ്റ് കട്ടായി പോവുമോ, ഞാൻ പറയണ അവിടെ കേൾക്കണുണ്ടോ, ഇത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ, ഇപ്പോഴെങ്കിലും നെറ്റ് കട്ടായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആകെ പ്രശ്നമാവൂലേ. ഈ ഒരു സ്ട്രെസ് അത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇതിന്റെ മാത്രം ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാത്രം ഭാഗമല്ല. കാരണം ഒരു 100 വർഷം മുമ്പ് കാർഷിക വൃത്തിയുമായിട്ട് ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചോളം വളരെ സ്ട്രെസ് കുറവായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണല്ലോ പറയണം, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നും നമ്മൾ എത്രയോ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു, എത്രമാത്രം വളർച്ചയിലേക്ക് വന്നിരിക്കുന്നു. 100 വർഷം മുമ്പ് ആളുകളുടെ ആയുസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചറിയാം. 100 വർഷം മുമ്പ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് 40-45 വയസ്സുള്ളൂ. 50-ആം വയസ്സൊന്നും തുടർന്ന ആളുകളെ ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ രാജവംശത്തിൽ പോലും, രാജകുടുംബത്തിൽ പോലും 50-ആം പിറന്നാളോ 60-ആം പിറന്നാളോ ആഘോഷിച്ച ആൾക്കാരേ ഇല്ല. പിന്നീടാണ് പല ആരോഗ്യരംഗത്തുണ്ടായ വളർച്ച, ജീവിത നിലവാരത്തിലുണ്ടായ വളർച്ച. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ആളുകൾ 60, 70, 80, 90 വയസ്സ് വരെയൊക്കെ വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്.
45 അന്നത്തെ ആവറേജ് ആയിട്ടുള്ള ഒരു ആളുടെ ഏജ് എന്ന് പറയുന്നത് 45-50 വയസ്സായിരുന്നു. അപ്പോൾ ഓരോ വളർച്ചയുടെ ഭാഗമായിട്ടും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇതുപോലെയുള്ള സ്ട്രെസ് കടന്നു വരും. അന്ന് അവർ വളരെ സ്ട്രെസ് ഇല്ലാത്ത ആളുകളായിരുന്നു, വളരെ ഉല്ലാസവാന്മാരായിരുന്നു, സന്തോഷവാന്മാരായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല. ഡിജിറ്റൽ സ്ട്രെസ് എന്നുള്ളത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നപ്പോഴുള്ളതാണ്. നമ്മൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചപ്പോൾ അതിന്റെ സ്ട്രെസ് ഉണ്ട്, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചപ്പോൾ അതിന്റെ സ്ട്രെസ് ഉണ്ട്, കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ അതിന്റെ സ്ട്രെസ് ഉണ്ട്. പണ്ട് നടന്നു വരുന്നവർ വളരെ ഫ്രീ ആയിട്ട് നടന്നു വരിക. ഇപ്പൊ സ്കൂട്ടർ ഓടിക്കുന്ന ആളെ സംബന്ധിച്ചോളം സ്കൂട്ടർ രാവിലെ എടുത്ത് 2-3 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സ്ട്രെസ് ഉണ്ട്. 2 ചവിട്ടി 3 ചവിട്ടി സ്റ്റാർട്ട് ആവുന്നില്ല. രാവിലെ ടെൻഷനായി തുടങ്ങി, ഓഫീസിൽ പോകേണ്ട സമയമായി, എനിക്കിന്ന് ലേറ്റ് ആകും, ആബ്സെന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. വേറൊരു സ്ട്രെസ്സാണ് അതിൻ്റെ കൂടെ ഉള്ളത്. പെട്രോൾ അടിക്കാൻ ഇപ്പോൾ 100 രൂപ കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചിട്ട് അത് വേണ്ടെന്ന് പറയാൻ പറ്റും. പണ്ട് ആൾക്കാർ കാൽനടയായിട്ടോ സൈക്കിളിലോ പോയിരുന്നതാണ് നല്ലതെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഡിജിറ്റൽ സ്ട്രെസ്സിൽ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ പാരൻസിനും തീർച്ചയായിട്ടും പറയാനുള്ള ഒരേ ഒരു കാര്യമായിരിക്കും ഗെയിം എൻ്റെ കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം എങ്ങനെയെങ്കിലും നിർത്തിത്തരാമോ? ഈ ഗെയിം സർക്കാർ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? ഓൺലൈൻ ഗെയിമുകൾ വളരെ പ്രശ്നകാരികളാണ്. ഒരു കാലത്ത് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു, 2 വർഷം മുമ്പാണെന്ന് തോന്നണം, അത് നിരോധിച്ചു. അപ്പോൾ പബ്ജി എന്ന് പറഞ്ഞൊരു ഗെയിമിലേക്ക് ആളുകൾ മാറി. അത് ചൈനയുമായിട്ടുണ്ടായ ഒരു തർക്കത്തിലാണ് അത് നിരോധിക്കാനുണ്ടായ. കാരണം ഈ ഗെയിമിന്റെ ദോഷവശങ്ങളെ കുറിച്ച് സർക്കാരിന് ബോധം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. അതേ സമയത്ത് ചൈന ആയിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ മൂലം ചൈനീസ് ആയിട്ടെല്ലാം നമ്മൾ, അതായത് ടിക്ടോക്ക്, അങ്ങനെ പല ആപ്ലിക്കേഷൻസ്, അതിലൊന്നാണ് പബ്ജി, ചൈനീസ് ആയിട്ടുള്ള ഇത് നിരോധിച്ചു. അപ്പൊ അടുത്ത് ഗെയിം വന്നു, ഫ്രീ ഫയർ. നമ്മുടെ കുട്ടികളെല്ലാവരും കളിക്കുന്നുണ്ട്, 90% കുട്ടികളും കളിക്കുന്നുണ്ട്, എനിക്കതറിയാം. ഫ്രീ ഫയർ നിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അടുത്ത ഗെയിം വരും. പബ്ജി ഇപ്പൊ വേറൊരു പേര് മാറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിട്ട് കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഈ ഗെയിമുകൾ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കില്ലേ? ഗെയിം അഡിക്ഷൻ ഒരു രോഗമാണ്, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റിയൊക്കെയാണ് ഈ കാര്യങ്ങളിൽ ആധികാരികമായ പഠനം നടത്തുകയും ശാസ്ത്രീയമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ് DSM എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് നിർവചിക്കുന്ന DSM-5 കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഗെയിം അഡിക്ഷൻ എന്നുള്ളൊരു പദം അവർ ഉപയോഗിക്കുന്നില്ല, പകരമായിട്ട് ഗെയിം ഡിസോർഡർ എന്നാണ് പറയുന്നത്. അത് രോഗമായിട്ട് ഇതുവരെ അവരത് കണക്കാക്കിയിട്ടില്ല. അതൊരു ഡിസോർഡറാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ദോഷവശങ്ങളുണ്ട്. അതിൻ്റെ കുറച്ച് നല്ല വശങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പരിചയവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഈ ഗെയിമുകളുടെയൊക്കെ ഒരു ഗെയിം ഇതായിട്ട് ഞാൻ മനസ്സിലാക്കിയേക്കണം. അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു വേൾഡാണ്. അവിടെ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ശക്തി എടുത്തിട്ടാണ് നമ്മുടെ തലച്ചോറ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, നമ്മുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കും. എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് നുഴഞ്ഞു കയറാൻ പറ്റുക? ഒരു ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടുകൂടി ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. ചില നല്ല വശങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു മാത്രമേ. പക്ഷെ ഒരിക്കലും ഗെയിം കൊണ്ട് ഒരാൾക്ക് നേട്ടം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഗെയിം ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഏകദേശം ലോകത്തിന്റെ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70% ആളുകൾ ഗെയിം കളിക്കുന്നു. ഇതിൽ കൂടുതലും ഗെയിം കളിക്കുന്നത് 25 മുതൽ 35 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗെയിം കളിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ആ കണക്കനുസരിച്ച് 5% താഴെ.
പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഭീതി ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പത്രവാർത്തകൾ വരുന്നു. പത്രത്തിലൊക്കെ വളരെ വൈറലായിട്ട് പബ്ജി കളിച്ച കുട്ടി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തു. അതിന് പബ്ജി ഗെയിം നിരോധിക്കണം. ഇത് പക്ഷേ അതിന്റെ പിന്നിൽ ആ കുടുംബത്തെ പറ്റി പഠിക്കാനായിട്ട്, ആ കുടുംബത്തിലെ സാഹചര്യം മനസ്സിലാക്കാനായിട്ട്, അതിന്റെ പിന്നിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാനായിട്ട് പത്രമാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. അതിന് ധാരാളം കാര്യങ്ങളുണ്ട് അതിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം വളരെയധികം മാനസിക സംഘർഷം അല്ലെങ്കിൽ വളരെയധികം സമയം പാഴായി പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പോകുക എന്നുള്ളത്. എത്ര മണിക്കൂറാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുന്നില്ല. ഇന്ന് 1 മണിക്കൂർ കളിക്കുന്ന ആൾക്ക് നാളെ 2 മണിക്കൂർ ആകണം, നാളെ 2 മണിക്കൂറുള്ളത് 4 മണിക്കൂറാകണം. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ഇതെങ്ങനെയാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത്? നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഭക്ഷണ സമയം, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് നമുക്കുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അത് ആ സമയത്ത് 8 മണിക്കും 1 മണിക്കും ഒരു രാത്രി 8 മണിക്കും ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. കുളി, പല്ലുതേ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഉറക്കത്തിനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു നിശ്ചിത സമയത്ത് ഉറക്കം, നമ്മൾ ആ ഒരു ഉറങ്ങുക, വിശ്രമിക്കുക എന്നുള്ള ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് നിർത്തിവെച്ച് അതിൽ നിന്ന് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യം വരിക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളരെ വയലൻസ് ആണ് ഇതിലൂടെ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിന്റെ ഭാഗമായി മാറുക. പണ്ടൊക്കെ ഒരു ടോം ആൻഡ് ജെറി കാണുമ്പോഴൊക്കെ നമ്മൾ കുട്ടികളെ വഴക്ക് പറയുമായിരുന്നു. TV-യിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ടോം ആൻഡ് ജെറിയും കൂടി തമ്മിൽ തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ഗെയിമുകൾ കണ്ടു കഴിഞ്ഞാൽ ടോം ആൻഡ് ജെറിയൊക്കെ എത്ര നല്ല മനുഷ്യരാണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ആ അക്രമവാസന സാവധാനം കുട്ടികളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കേൾക്കുന്ന കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ. പണ്ടൊരു ഗുരു ശിഷ്യനും കൂടി ഒരു നദിക്കരയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ തണുപ്പുള്ള കാലമാണ്. ഈ നദിക്കരയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതപ്പ്, നല്ല കമ്പിളിപ്പുതപ്പ് ഒഴുകിപ്പോകുന്നു. എന്തോ പായലിന്റെ മീതെ കിടന്നിട്ട് ഒരു കമ്പിളിപ്പുതപ്പ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, എന്നാ ശിഷ്യൻ പറഞ്ഞു, ഗുരുവെ, ഞാൻ ആ കമ്പിളിപ്പുതപ്പ് ഇങ്ങനെ എടുത്തതാ, നമുക്ക് ഇന്ന് അത് ഉപയോഗിക്കാം, നല്ല ഒരു കമ്പിളിപ്പുതപ്പാണ്, പുതച്ചുകൊണ്ട് പോകാലോ എന്ന്. ശിഷ്യൻ വേഗം തന്നെ വെള്ളത്തിലേക്ക് ചാടി ആ കമ്പിളിപ്പുതപ്പ് കൈക്കലാക്കാനായിട്ട് എടുത്തു. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടും കയറി വരുന്നില്ല. അപ്പൊ ഗുരു ചോദിച്ചു, നീ എന്താണ് ആ കമ്പിളിപ്പുതപ്പ് കൊണ്ട് വേഗം കയറി വരും? അപ്പോ ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഇത് കമ്പിളിപ്പുതപ്പല്ല, ഒരു കരടി ഒഴുകി പോകുന്നതായിരുന്നു, ആ കരടിയെയാണ് ഞാൻ പിടുത്തമിട്ടിരിക്കുന്നത്. ഗുരു പറഞ്ഞു, നീ കൈ വിട്ടിട്ട് കയറിപ്പോരു, അതിനെ ഉപേക്ഷിച്ചിട്ട് നീ കയറിപ്പോരൂ. ഗുരു, ഞാൻ അതിനെ ഉപേക്ഷിച്ചു, പക്ഷെ അത് എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കുറെ വർഷങ്ങള്, കുറെ മാസങ്ങള് ഗെയിം കളിച്ചതിന് ശേഷം കുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മളത് കൈവിട്ടാലും അത് നമ്മളെ കൈവിടുന്നില്ല. ഈ സമയത്ത് പാരൻസിനോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇതൊരു വലിയ വഴക്കായിട്ട് വീടുകളിൽ മാറിയിരിക്കട്ടെ. കരുതലോടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക. അവരെന്താണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ 25-ാം തീയതിയാണ്, നാളെ മുതൽ മൊബൈൽ നീ തൊടുന്നില്ല, അല്ലെങ്കിൽ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ നീ പബ്ജി കളിക്കൽ നിർത്തി, ഫ്രീ ഫയർ കളിക്കൽ നിർത്തി. ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ചായ കുടിക്കുന്നുണ്ട് രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴത്തേക്കും. എന്നോട് അത് ഓഗസ്റ്റ് 1 മുതൽ ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കും? ചായ ഒരു അഡിക്ഷനുള്ള സാധനമാണ്. വൈകുന്നേരം 4 മണിക്ക് ഒരു ചായ വേണം, എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞാൽ നിർത്താൻ പറ്റുമോ? ഞാൻ നിർത്തി നോക്കിയിട്ടുണ്ട് പല തവണയും. കയറി കഴിഞ്ഞ 10 ദിവസം 20 ദിവസം വീണ്ടും അതേ ചായ തന്നെ ചേർക്കണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇതിന് ചില ബോർഡർ ലൈൻ, ചില അതിർവരമ്പുകൾ വരയ്ക്കാം. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഭക്ഷണക്രമം കൃത്യമായിട്ട് പോകുന്നുണ്ട്. രണ്ടാമത്, പഠനം, ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ?
അവനവൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഉറക്കം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. രാത്രി 10 മണിക്ക് ശേഷവും രാവിലെ 6 മണിക്ക് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉറക്കം കൃത്യമായിട്ട് 8 മണിക്കൂറാണ് ഒരു സാധാരണ കുട്ടികൾ ഉറങ്ങേണ്ടത്. ഉറക്കം ക്രമീകരിക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് മാതാപിതാക്കളും ചിന്തിക്കേണ്ടതാണ്. രാത്രി ലേറ്റ് ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, TV-യിൽ ചർച്ച കേട്ടുകൊണ്ടിരിക്കുക, കോമഡി പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയക്രമം, ഇത് ഒരു കുട്ടിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഒരു കുടുംബത്തിലെ മൊത്തത്തിൽ ഉണ്ടാക്കേണ്ട ചില ചിട്ടവട്ടങ്ങൾ, സമയക്രമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ഒരു രീതിയിലാണ് ഇതിനെ നമുക്ക് നേരിടുവാൻ സാധിക്കുക. ഞാൻ എപ്പോഴും പറയണത്, ഇതിനൊക്കെ ഒരു സമയക്രമം വീട്ടിൽ മൊത്തത്തിൽ ഉണ്ടാക്കുക. മൊത്തത്തിലുള്ള ടൈം ടേബിളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം ഡിന്നർ, ഒരു കൃത്യസമയം. രാത്രിയിലെ അത്താഴം 8 മണിക്ക് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു നല്ല ആരോഗ്യ വിദഗ്ധർ എല്ലാവരും പറയുന്നത്. ഏത് ആയുർവേദ ആയാലും അലോപ്പതി ആയാലും എല്ലാവരും പറയുന്നത് 8 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. എത്ര വീടുകളിൽ 8 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കുന്നുണ്ട്? 10 മണിക്കും 11 മണിക്കും 12 മണിക്കും വരെ അത്താഴം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ മൊത്തത്തിൽ കുടുംബത്തിന്റെ ഒരു സമയക്രമത്തെ ക്രമീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗെയിമിന്റെ കാര്യത്തിലും നമുക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കുട്ടികൾക്ക് അതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല, മാറാൻ താല്പര്യമുള്ളവർ അതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിക്കണം. അതിന് പകരം ചെയ്യാവുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു കൈത്താങ്ങാകുക എന്നുള്ളതാണ് പാരൻസും ടീച്ചേഴ്സും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഒരിക്കലും ഒരു വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ തല്ലിയോ അല്ലെങ്കിൽ അതിനെതിരെ ആക്രോശിച്ചുകൊണ്ടോ ഈ ഒരു അഡിക്ഷനിൽ നിന്ന്, ഇപ്പൊ നമുക്കും അറിയാലോ നമ്മുടെ ചില അഡിക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സീരിയല്, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള മദ്യപാനം നിർത്താൻ പറ്റില്ല ഒറ്റ രാത്രി കൊണ്ട്. സ്ഥിരമായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ട് സീരിയൽ ഒറ്റ രാത്രി കൊണ്ട് നിർത്താൻ പറ്റില്ല. സീരിയൽ എന്നൊക്കെ പറയുന്നത് വലിയ വിഷമാണ് നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നത്. കുട്ടികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം അതോടുകൂടി നശിച്ചു കിട്ടും. യാതൊരുവിധ മൂല്യങ്ങളും ഇല്ലാത്ത ഒരു പരിപാടിയാണ് TV സീരിയലുകൾ എന്ന് പറയുന്നത്. ടിവിയിൽ നടക്കുന്ന മറ്റ് ഡിസ്കഷൻസ്, ചാനൽ ചർച്ചകൾ എന്ന് പറയും, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സമയക്രമം പാലിക്കുവാനും അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇത്ര സമയവും നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയുള്ളൂ. അതിനെ ഏറ്റവും കുറച്ച് കൊണ്ടുവരിക, അങ്ങനെ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ എല്ലാ കാര്യങ്ങളും, ഏത് അഡിക്ഷൻസ് ആയാലും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു എളുപ്പമാർഗം. സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന ധാരാളം പേരുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നല്ല അറിവുള്ള കാര്യങ്ങളല്ലേ, യൂട്യൂബിലൂടെയൊക്കെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം, സൗന്ദര്യം എങ്ങനെ നിലനിർത്തണം, വയറെങ്ങനെ കുറയ്ക്കാം, കൊറോണ വരാതിരിക്കാനായിട്ട് 10 കൽപ്പനകൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പണിയില്ലാതായപ്പോഴത്തേക്കും യൂട്യൂബിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതായിട്ട് മാറിയിരിക്കുകയാണ്. കൊറോണ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ 100ഓളം ഇത് കിട്ടും. നാട്ടിലുള്ള എന്ത് കലക്കി കുടിച്ചാലും കൊറോണ വരില്ല എന്നുള്ള രീതിയിൽ കിട്ടുന്ന സാധനങ്ങളുടെയൊക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊറോണ പ്രതിരോധിക്കാം. സോഷ്യൽ മീഡിയയിൽ കുരുങ്ങിപ്പോണ ആൾക്കാരുണ്ട്. യൂട്യൂബ് ആകാം, ഫേസ്ബുക്ക് വീഡിയോ ആകാം, അതിലുള്ള ചർച്ചകളാകാം, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ്, റിയാലിറ്റി ഷോകളിൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാർ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു സമയക്രമം ഉണ്ടാക്കുക, ഒരു ടൈം ടേബിൾ കുടുംബത്തിന്റെ മൊത്തത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു നെഗറ്റീവായിട്ടുള്ള സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിലേറ്റവും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഗെയിം അഡിക്ഷൻ തന്നെയാണ്. ആ ഗെയിമിൽ നിന്ന് ഉണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ടെങ്കിൽ, ഗെയിമിഫിക്കേഷൻ എന്നുള്ളൊരു ടെർമിനോളജി ഉണ്ട്. ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊരു കാര്യവും പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഗെയിമിഫൈ ചെയ്ത് ഒരു ഗെയിം ആക്കി കൊടുക്കും. ഇപ്പൊ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ഒരാൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് അവരൊരു ഗെയിം, TCS, വിപ്രോ പോലുള്ള കമ്പനികളിലൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവരൊരു ഗെയിമിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തും. പുതിയ ജനറേഷന് വേണ്ടിയിട്ട് ഇപ്പൊ കമ്പനികൾ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഗെയിം കളിച്ച് വരുമ്പോഴത്തേക്കും ആ കമ്പനിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെയാണ്, ആ കമ്പനിയുടെ വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ആ കമ്പനിയുടെ ചരിത്രം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി അയാൾ പുറത്തു വരും.
ഗെയിമിഫിക്കേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി ഈ പഠനവും അങ്ങനെ ഗെയിമിഫിക്കേഷനിലേക്ക് വരുന്നുണ്ട്. രാജഗിരി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ അതിൽ വലിയധികം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പഠനം എങ്ങനെ ഒരു ഗെയിമാക്കി മാറ്റാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു. കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മുക്കറയിടുന്ന കുട്ടികൾക്ക് ഒരു ഗെയിമായിട്ട് അത് പഠിച്ചെടുക്കുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിരവധി സാധ്യതകളുള്ളതാണെങ്കിലും ഇന്നത്തെ കാണുന്ന ഗെയിമുകളുടെ ഒരു അടിസ്ഥാനപരമായതെന്ന് പറയുന്നത് വയലൻസ് ആണ്. അത് വയലൻസ് സിനിമയിലായാലും സീരിയലായാലും ഗെയിമിലായാലും വയലൻസ് മനുഷ്യന്റെ മനസ്സുകളെ മലീമസമാക്കുകയുള്ളൂ. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുവാനുള്ളത്. ഡിജിറ്റൽ സ്ട്രെസ് കുറച്ചു കൊണ്ടുവരാനുള്ള 1-2 കാര്യങ്ങൾ. ഈ ജോലിയും കുടുംബവും വർക്കും ഫാമിലിയും രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുക. ജോലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വെച്ചിട്ട്, ഇപ്പൊ സാധാരണ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഈ മെയ് ദിനം, തൊഴിലാളി ദിനം, അതുപോലെ തന്നെ ലേബർ ഒരു അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് 8 മണിക്കൂർ ജോലി ചെയ്യുക, 8 മണിക്കൂർ വിശ്രമിക്കുക, 8 മണിക്കൂർ എന്റർടൈൻമെന്റിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫാമിലി ആൻഡ് എന്റർടൈൻമെന്റ് 3-8 ഡിവൈഡ് ചെയ്തേക്കണം. അപ്പൊ 8 മണിക്കൂർ ജോലി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. എല്ലാ പാരന്റ്സിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. 8 മണിക്കൂറായിട്ട് എങ്ങനെ നിർത്താൻ പറ്റും? 8 ചിലപ്പോൾ 10 ആകാം, 12 ആകാം. ഞാൻ പറയണത് 8-ൽ തന്നെ കൺഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും മൊബൈലിൽ അവൈലബിൾ ആയിരിക്കണം എന്നാണ് നമ്മുടെ തൊഴിൽദാതാക്കൾ, എംപ്ലോയർ ആഗ്രഹിക്കുന്നത്. അത് 10 മണിക്കൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 12 മണിക്കൂർ ആയിക്കോട്ടെ. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സംസാരമോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ നമുക്ക് മാറ്റിവെച്ച് കുടുംബത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ്, ഒരു ബോർഡർ അതിനുണ്ടാക്കുക. അതാണ് സ്വിച്ച് ഓഫ്. വർക്കിൽ നിന്നും ഒരു മാറി നിൽക്കുവാനായിട്ട് കുറച്ച് സമയത്തേക്ക് ഡെഡിക്കേറ്റഡ് ടു ഫാമിലി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ്, മൊബൈലോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ടിവിയോ ഇതിൽ നിന്നൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അൺപ്ലഗ് ചെയ്തിട്ട് മാറാനായിട്ട് അതിനൊരു സമയക്രമം ഉണ്ടാക്കാൻ പറ്റും. 8 മണിയാകാം, 9 മണിയാകാം, 10 മണി ആയിക്കോട്ടെ. 10 മണിന്നൊരു സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 11 മണിന്ന്. ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുള്ളത് 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ മെസ്സേജ് അയക്കുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുമായിരുന്നു? അവരുണർന്നിരിക്കുകയായിരുന്നു, അവർ ഈ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ബോർഡർ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുക. 8 മണിയോ 9 മണിയോ 10 മണിയോ ഫിക്സ് ചെയ്തിട്ട് അത് ഊരി അവിടെ മാറ്റി വയ്ക്കാനുള്ള, അൺപ്ലഗ് ചെയ്യാനായിട്ട് ഉള്ള ഒരു തീരുമാനമെടുക്കുക. ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുവാനുള്ള, വീടുകളിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, ട്യൂഷനുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, മാതാപിതാക്കൾ വർക്ക് കഴിഞ്ഞു വന്നു, അവർ കുറച്ചു നേരം TV കാണുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഫേസ് ടു ഫേസ്, മുഖാമുഖം സംസാരിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. 15 മിനിറ്റോ 30 മിനിറ്റോ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വരാനായിട്ടും നല്ല കുടുംബബന്ധങ്ങൾ ഉണ്ടാകുവാനായിട്ടും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അരമണിക്കൂറെങ്കിലും മുഖത്തോട് നോക്കിയിരുന്ന് വർത്തമാനം പറയുവാനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇതിലൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ഡിജിറ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പല കംപ്ലൈന്റുകൾ നമ്മൾ ഫോണിലൂടെ കംപ്ലൈന്റ് ചെയ്യും. നമ്മൾ ബാങ്കിനെതിരെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ഗ്യാസ് ഏജൻസിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബില്ലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ റീചാർജ് ചെയ്തതായിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പല രീതിയിലും പല സ്ഥലത്തും നമുക്ക് പല പ്രശ്നങ്ങൾ, ഇഷ്യൂ ഉണ്ടാവും, കംപ്ലൈന്റ്സ് ഉണ്ടാവും, പരാതികൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ഫോണിലൂടെ വിളിച്ചിട്ട്, കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പലരും കണ്ടിട്ടുണ്ട് മണിക്കൂറുകളോളം തർക്കിച്ച് ഒരു അസ്വസ്ഥമായ സാഹചര്യം ഉണ്ടാകും. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഇമെയിലായിട്ട് അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഴുതിയൊരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മുടെ സ്ട്രെസ് കുറയും, നമുക്ക് അതിൽ ടെൻഷൻ കുറയും. രണ്ടാമത് അതിൽ വ്യക്തത ഉണ്ടാവും, അതിനൊരു ആധികാരികത ഉണ്ടാവും. നാളെ നമുക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും ഡിജിറ്റലായിട്ട് കൊടുക്കാൻ, ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും. ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ മറുപടി തരാതിരിക്കാൻ കഴിയില്ല. കാരണം അതിനൊരു പ്രൂഫ് ഉണ്ടായി. പണ്ടൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അക്നോളജ്മെന്റ് വെച്ചിട്ട് അയക്കണമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഏതൊരു സ്ഥാപനം എടുത്തോളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം മേടിച്ചോ, അത് ചീത്തയാണ്, കംപ്ലൈന്റ് ആണ്,
നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് ചീത്ത വിളിക്കുകയോ അട്ടഹസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ. മറുപടി പറയാതിരിക്കാൻ വഴിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത്, അവരിങ്ങോട്ട് വിളിച്ച് സോറി പറയും, അതിന് വേണ്ട പരിഹാരം കണ്ടെത്തി. നമ്മൾ പല സ്ഥലത്തും ഇപ്പൊ 2 വീലറോ എൻ്റെ കംപ്ലൈന്റ് ആകാം, എന്തെങ്കിലും ആകാം, ഏത് സ്ഥലത്തായാലും നമ്മൾ പോയിട്ട് നമ്മുടെ എനർജി മുഴുവൻ വേസ്റ്റ് ചെയ്തുകൊണ്ട് അട്ടഹസിക്കുകയും അവിടെ വഴക്കുണ്ടാക്കുകയും തമ്മിത്തലുകയും ചെയ്യുന്നതിന് പകരം ഒരു എഴുത്തിലൂടെ, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഇമെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഏറ്റവും നല്ല ഒരു മനോഹാരിതയാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ സ്ട്രെസ് വളരെയധികം കുറയ്ക്കുന്ന കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. TV സീരിയൽ എന്നൊക്കെ പറയുന്നത് ഞാൻ ഉദാഹരണം പറയാറുള്ളത് ഈ കാനയിലൂടെ ഒഴുകി പോകുന്ന മലിനജലം പോലെയാണ് TV സീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ ന്യൂസ് അവർ എന്ന് പറഞ്ഞിട്ട് ന്യൂസിനെ കുറിച്ചുള്ള ചർച്ചകൾ. യാതൊരു കാര്യമില്ല ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ മേന്മയും ഉണ്ടാക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് സൈബർ സെക്യൂരിറ്റി. ഇതിന്റെ സുരക്ഷിതത്വത്തെ പറ്റി അറിയിക്കുക. ആദ്യം സൂചിപ്പിച്ച പോലെ ലിറ്ററസി എന്ന് പറയുന്നത്, ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്ന പോലെ ഒരു ടെർമിനോളജിയാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പല അബദ്ധങ്ങളിലേക്കും നമുക്ക് കടന്നു പോകാതെ, നമ്മുടെ പൈസ നഷ്ടപ്പെടാതെ, നമ്മളെ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി സൈബർ സെക്യൂരിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിലും അതുപോലെ പല പ്രസ്ഥാനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പല ഇത് ചെയ്യുന്നുണ്ട്. ഈ ഗെയിം അഡിക്ഷനുമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ ഗെയിം ആയിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനെ സഹായിക്കുന്ന പല ഗെയിമുകളുണ്ട്. അതിൽ നോട്ട് ചെയ്യാൻ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സാറിന് അയച്ചു കൊടുത്തിട്ട് സാർ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തോളും. പി സ്കൂൾ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സൈറ്റാണ്. ചില ചെറിയ ഗെയിമുകളിലൂടെയൊക്കെ സയൻസും മാത്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് പി സ്കൂൾ. മെന്റൽ അപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. മെന്റൽ അപ്പ് ആപ്ലിക്കേഷനാണ്. അതിലൂടെയും ഗെയിമുകളാണ്. പക്ഷെ ഗെയിമുകളിലൂടെ നമുക്ക് പഠനത്തിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ജനറൽ നോളജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന, കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നാളെയൊക്കെ ഒരു PSC ടെസ്റ്റ് എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ചില സൈറ്റുകളാണ് ഇതൊക്കെ. ഫൺ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി, നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന, ക്രിയാത്മകമായിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കുന്ന ഒരു സൈറ്റാണ് ഫൺ ബ്രെയിൻ എന്നുള്ള ഒരു സൈറ്റ്. അതിൽ ഏറ്റവും എനിക്ക് ഫസ്റ്റ് ഇതായിട്ട് പറയാനുള്ളത് പി സ്കൂളാണ്. പി സ്കൂൾ പരിചയമില്ലാത്തവർ തീർച്ചയായിട്ടും എടുത്ത് നോക്കണം. ഒരു വലിയ വിപത്തായിട്ടുള്ള ഒരു ഗെയിമിൽ നിന്ന് നമുക്ക് ചെറിയ ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് സമയം നമ്മൾ 2 മണിക്കൂർ ഗെയിം കളിക്കണ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമിലേക്ക് ശ്രദ്ധ മാറ്റുക. അത് വളരെയധികം ഉപകാരപ്പെടും നിങ്ങൾക്ക്. സ്ട്രെസ് മാനേജ്മെന്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് മാത്രമല്ല, മൊത്തത്തിൽ സ്ട്രെസ് കൂടിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ അനുബന്ധമായിട്ട് ധാരാളം സ്ട്രെസ് വന്നിട്ടുണ്ട്. കൊറോണയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട്, അതിന്റെ സയന്റിഫിക് ആയിട്ട്, അതിന്റെ ആരോഗ്യപരമായിട്ട് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് സ്ട്രെസ് പറയുന്നുണ്ട്. മാനസിക സമ്മർദ്ദം ധാരാളം ഉണ്ടാവുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ പല പ്രോജക്റ്റുകളുമാണ്. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് DHMP എന്നൊക്കെ പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കുക. ഒന്ന്, ഈ കൊറോണയുടെ ഭാഗമായിട്ട് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, ഈ മഹാമാരിയുടെ കാലത്ത് പൊതുവെ ആളുകളിൽ മാനസികമായ സംഘർഷം വർദ്ധിച്ചിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് അത് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ, ഞാൻ മറ്റൊരാളുമായിട്ട് ഇടപെടുമ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കുക. 1 പറഞ്ഞ 2 പറയുന്നതിന് പകരം, 2 പറഞ്ഞ 4 പറയുന്നതിന് പകരം ഇത് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഇത് വോളിയം കുറയ്ക്കും. നമ്മൾ ടിവിയുടെയും റേഡിയോയുടെ ഒക്കെ ഇത് കുറയ്ക്കുന്ന പോലെ നമ്മുടെ ആ സ്ട്രെസ് ഇങ്ങനെ കുറയ്ക്കും. ഓക്കെ സംഗതി ചൂടായി വരികയാണ്, നമ്മൾ ആ ചൂട് ഇത്തിരി കുറച്ചുകൊണ്ട് ആ ഒരു മനസ്സിൽ ആ ഒരു അവബോധത്തോടു കൂടി ആളുകളുമായിട്ട് ഇടപഴകുക, വീട്ടിലുള്ളവരുമായിട്ട് ഇടപഴകുക. മാതാപിതാക്കൾ കുട്ടികളായിട്ടും, കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണല്ലോ. പാരൻസിനും സ്ട്രെസ് ഉണ്ട്. അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഉപജീവനം, ഡെയിലി അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ, വരുമാനത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. 2 കൂട്ടരും അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ നല്ല ഇടപെടലുകൾ നടത്തുവാൻ ടീച്ചേഴ്സിന് സാധിക്കും.
ഒരു പൊതുവായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരു ടൈം മാനേജ്മെന്റ്, ടൈം ചാർട്ട്, ഒരു ഷെഡ്യൂള് വീട്ടിലുണ്ടായിരിക്കുക. ഒരു വീടിനെ സംബന്ധിച്ചോളം, ഒരു വ്യക്തിയിലല്ല ഞാൻ പിൻ പോയിന്റ് ചെയ്യണത്. ആ കുട്ടിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ആ വീടിന്, ഫാമിലിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. രാവിലെ ആളുകൾ എഴുന്നേൽക്കുന്ന സമയം 6, 6:30 അല്ലെങ്കിൽ 5:30, 6. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ഇത്രയാണ്, ലഞ്ചിന്റെ സമയം ഇത്രയാണ്, 1 മുതൽ 2 മണിക്കുള്ളിലാണ്. കൃത്യമായിട്ട് 1-5 ആയി കഴിഞ്ഞ പ്രശ്നം എന്നല്ല ഞാൻ പറയണത്. 1 മുതൽ 2 വരെയാണ്. വൈകുന്നേരം അത്താഴം എന്ന് പറഞ്ഞാൽ 7 മണി 8 ഇടയ്ക്കാണ്. ഇങ്ങനെ ഒരു പൊതു ചാർട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടോ? അത് ഗ്രാൻഡ് പാരൻസ് ഉണ്ടാകാം, മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാകാം, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വലിയ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ടൈം ടേബിൾ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രാർത്ഥനയുടെ സമയമുണ്ട്, അതിൽ കളിക്കാനുള്ള സമയമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ടൈം ടേബിൾ. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ് പുറത്തു പോയിട്ട് അധികം ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും മുറ്റത്തിറങ്ങി മണ്ണിൽ ചവിട്ടി നടക്കുക. ഗ്രൗണ്ടിങ് എന്ന് പറയും, എർത്തിങ്, വലിയ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾക്ക് ഭൂമിയുമായിട്ടുള്ള ഒരു ടച്ച്, അതിലൂടെ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മിസ്സാവുന്നുണ്ടെങ്കിൽ, കൊറോണയാണ്, പാൻഡമിക് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടിന്റെ അകത്ത് മാത്രമായിട്ട് നമ്മൾ കൺഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോധപൂർവ്വം പുറത്തിറങ്ങി മുറ്റത്ത് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള സ്ഥലത്ത് മണ്ണിൽ ചവിട്ടി നടക്കാൻ സാധിക്കുന്നവർ അത് ഒരു 15 മിനിറ്റെങ്കിലും ചെയ്യുന്നതായിരിക്കും. ചെരുപ്പിടാതെ വെറും മണ്ണിൽ ചവിട്ടി നടക്കുക. രോഗം ഉണ്ടാവുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അത്ര വൃത്തിയില്ലാത്ത സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയാൽ മതി. പക്ഷെ മണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ ഒരു ശാന്തമാക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. കുട്ടികൾക്ക് ഇപ്പൊ അത് ഭയങ്കര നഷ്ടമായിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, പാടത്തൊക്കെ കുട്ടികൾ ഫുട്ബോളും ഒക്കെ തട്ടി ഓടി നടന്നിരുന്ന, മഴയത്തും ചെളിയിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു സാധിക്കുന്ന, വീടിന്റെ മുറ്റത്താണെങ്കിൽ പോലും സാധിക്കുന്ന കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് ശ്രമിക്കുക. മുതിർന്ന ആൾക്കാർക്ക് ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചോളം 35-40 വയസ്സിന് മേലെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും മോർണിംഗ് വാക്കിനും അല്ലെങ്കിൽ ഈവനിങ് വാക്കിനും ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തുക. 1/2 മണിക്കൂറെങ്കിലും നടക്കുക. അത്രയും സമയം ഉറക്കം കുറച്ചാൽ മതി. വളരെയധികം റിലാക്സ് കിട്ടും, ശരീരം നന്നാവും, ആരോഗ്യത്തിന് നല്ലതാണ്, പോസിറ്റീവ് ഹെൽത്ത്, ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് വളരെ നല്ലതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ വളരെയധികം ദുർഗന്ധവും വമിക്കുന്ന വിഷ മെസ്സേജുകളാണ് കൂടുതലും വരുന്നത്. അനാവശ്യമായിട്ടുള്ള ഏറ്റവും ഭൂരിഭാഗമായിട്ട് വരുന്നതാണ്. അതെടുത്ത് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർ അതിനേക്കാളും കഷ്ടമാണ്. അത് നമുക്കറിയാൻ പറ്റും ചില ഗ്രൂപ്പുകളിൽ വരുന്നത് എന്താണെന്നുള്ളത്. ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എക്സിറ്റ് ആയി ഓടിക്കളഞ്ഞു നോക്കുക. അതൊരിക്കലും വായിച്ചു നോക്കാനും നിൽക്കരുത്, ഫോർവേഡ് ചെയ്യാനും നിൽക്കരുത്. അത് ചിലപ്പോൾ നമ്മുടെ മതവികാരത്തെ ഉണർത്തുന്നതായിരിക്കാം, നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതിയെ ഉണർത്തുന്നതായിരിക്കാം, നമ്മുടെ ശത്രുവിനെതിരെയുള്ള മെസ്സേജ് ആയിരിക്കാം. ഒരു കാര്യമില്ല. അതൊക്കെ നമ്മുടെ സമയത്തെ കളയുന്നത്, നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നതുമാണ്. മാനസിക സംഘർഷം കുറയ്ക്കുവാനായിട്ട് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഇന്നത്തെ കാലത്തുള്ള ഈ നെഗറ്റീവ് മെസ്സേജുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരുടെ കുറ്റവും പൊതുസമൂഹത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരു വലിയ ഉദാഹരണമാണ് ഈ കൊറോണയുടെ ഭീതി പറഞ്ഞു പരത്തുന്ന ആൾക്കാർ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു അടുത്ത ബന്ധുവിന് കൊറോണ ഉണ്ടാകാനുള്ള കാരണം മറ്റൊരു ബന്ധു മരിച്ചതിൻ്റെ വീഡിയോസ്, മരിച്ചതിന് ശേഷം സെമിത്തേരി കൊണ്ടുപോയി അടക്കുന്നതിൻ്റെ വീഡിയോസ് അവർ കുടുംബ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഒരു കാര്യമുള്ള കാര്യമല്ല. അത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ നോർമൽ മെന്റൽ ഹെൽത്ത് ബിലോ ആവറേജ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അപ്പൊ തന്നെ അയാൾക്ക് കൊറോണ വരും. നമ്മുടെ മനസ്സിന്റെ പ്രതിരോധ ശേഷി അങ്ങ് നഷ്ടപ്പെടുവാണ്, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. അപ്പോൾ തന്നെ ആ ബാഗില് ഡെഡ് ബോഡി പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെയുള്ള 2-3 മിനിറ്റേ ഉള്ളൂ കാര്യം. എന്താണ് കാര്യം? അതുകൊണ്ട് ഒരു കാര്യമില്ല. ആ വ്യക്തിയോടുള്ള ബഹുമാനമോ സ്നേഹമോ ആദരവോ കാണിക്കേണ്ടത് അങ്ങനെയല്ല. അപ്പൊ അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക, നോക്കാതിരിക്കുക, അനാവശ്യമായിട്ട് അതിൽ തലയിടാതിരിക്കുക, അത് കാണുന്നത് അതിൽ നിന്ന് അകലം പാലിക്കുക വളരെ അത്യാവശ്യമുള്ള ഒരു ആണ് ഈ കൊറോണ കാലത്ത്.
അക്കാഡമിക് ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ. അതായത് എൻ്റെ കുട്ടി പഠിക്കുന്നത് 10A-യിലാണ്. 10A-യിൽ ക്ലാസ് ടീച്ചർ ഇന്ന ആളാണ്, ക്ലാസ് ടീച്ചറുടെ നമ്പർ ഇതാണ്, മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇതൊക്കെയാണ്, അവരുടെ പേര് ഇതാണ്, സബ്ജക്റ്റ് ഇതാണ്, അവരുടെ ടൈം ടേബിൾ ഇതാണ്, അവരുടെ പീരിയോഡിക് ടെസ്റ്റ് ഇപ്പോഴാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ പുലർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കുട്ടിയുടെ ഒരു 5 സുഹൃത്തുക്കളുടെ പേര് മനസ്സിലാക്കിയിരിക്കുക. അവരെവിടെ നിന്നുള്ളവരാണ്, അവരുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഞാൻ പറയണത് മിനിമം ഒരു 5 പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. റിലീജിയസ് ആയിട്ട് വളരെ ഗുണം ചെയ്യുന്നു. നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതല്ല, മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അക്കാദമിക് ആയിട്ടുള്ള കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചർ, ക്ലാസ്സിലെ മറ്റു ടീച്ചേഴ്സ്, സബ്ജക്റ്റ്, പഠിപ്പിക്കുന്ന സമയം, ഏതൊക്കെ അസൈൻമെന്റ്സ് ആണ് കൊടുക്കുന്നത്, ഹോംവർക്ക് ഉണ്ടോ, പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടോ, അതിന്റെ റിസൾട്ട് എന്താണ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു വലിയ ദുരന്തത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവായ സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതല്ല. കുട്ടികളോട് പറയാനുള്ളത് അത് തന്നെയാണ്. എല്ലാ സബ്ജക്റ്റും കൂടി വാരി വലിച്ചിട്ട് പഠിക്കാനിരിക്കുകയല്ലാണ്. ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അത് ഇന്ന് വൈകുന്നേരം ഞാൻ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റാണ്, അതിൻ്റെ മാത്രം ബുക്ക് എടുത്തുകൊണ്ട് മാറിയിരുന്നിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാതാപിതാക്കൾക്കും ചെയ്യേണ്ട കാര്യമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും കൂടി തലവെച്ച് ആടില കടിക്കണ പോലെ അവിടെയും കടിച്ച് ഇവിടെയും കടിച്ച് അതുമില്ല ഇതുമില്ലാതായിത്തീരും. ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് കുറച്ച് സ്ട്രെസ് കുറയും. അതല്ലെങ്കിൽ 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ 2 കൂടി നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയും അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലും പൂർണ്ണത കൈവരിക്കാൻ പറ്റില്ല, ഇതിലും പൂർണ്ണത കൈവരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ആ സബ്ജക്റ്റിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ രസമുള്ള ഒരു, അതായത് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രായോഗികമായിട്ട് നമ്മൾ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, ബന്ധത്തിലിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതിനുള്ള സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നല്ല നല്ല മെസ്സേജുകൾ അയച്ച് ആളുകളെ എൻകറേജ് ചെയ്യുന്ന മെസ്സേജുകൾ അയക്കുക. നമ്മൾ അത് റിസീവ് ചെയ്യണമെന്ന് പറയാൻ എളുപ്പമാണ്, അത് മാത്രമാണ് റിസീവ് ചെയ്യാവുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ധാരാളം മെസ്സേജുകളുണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ധാരാളം മെസ്സേജുകളുണ്ട്. പക്ഷെ നമുക്ക് കിട്ടണതൊക്കെ നെഗറ്റീവ് മെസ്സേജ് ആണെന്ന് പറയുന്നത് നമ്മൾ അയച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ഇന്നിപ്പോ 100 പേര് ഇത് നാളെ എന്തെങ്കിലും ഒരു APJ അബ്ദുൽ കലാമിന്റെ ഒരു കൊട്ടേഷൻ, മദർ തെരേസയുടെ ഒരു കൊട്ടേഷൻ അത് അയക്കുകയാണെങ്കിൽ അത് നാളെ 100 പേർക്ക് കിട്ടും. ആ 100 പേരുടെ ലൈഫ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിരി മുഖത്ത് വരുന്ന ഒരു ആത്മവിശ്വാസം മനസ്സിലുണ്ടാക്കുന്ന മെസ്സേജിലേക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം കുട്ടികൾ ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് ആയാലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഇത് ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തുക. അത് നമ്മുടെ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് വളരെയധികം ലഘൂകരിക്കാനായിട്ട് ഉപകരിക്കുന്ന ഒരിതാണ്. ജസ്റ്റ് എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിയുടെ ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാം. ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരീരം മാത്രമല്ല. ശരീരം ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ശരീരത്തിൽ ആണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. ശരീരത്തിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ സൗന്ദര്യം, ശരീരത്തിലെ എല്ലാ ദിവസവും സോപ്പിട്ട് കുളിക്കുന്നു, അത് ഏറ്റവും നല്ല സോപ്പിട്ടാണ് കുളിക്കുന്നത്. ഐശ്വര്യ റായ് ഉപയോഗിക്കുന്ന സോപ്പോ മഞ്ജു വാര്യർ ഉപയോഗിക്കുന്ന സോപ്പോ പരസ്യമൊക്കെ കണ്ടിട്ട് ഏറ്റവും നല്ല ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ തലമുടി ചെയ്യുവാൻ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള പല ഉന്നതിക്കും വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, അത് ഞാൻ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോണിറ്റർ ഉണ്ട്, CPU ഉണ്ട്, കീബോർഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ശരീരം മാത്രമല്ല. ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. ബോഡി എന്ന് പറയുന്നത് കൈയും കാലും നമ്മുടെ ശരീരം. അതുപോലെ തന്നെ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഭാഗം, ഇന്റലക്ട് ബുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗം. അതിൻ്റെ ഉള്ളിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് അല്ല എന്നും പറയുന്ന ആളുകളുണ്ട്.
ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും ആത്മാവിനും അവിടെ ഒരു പ്രത്യേക റോൾ. അതുകൊണ്ടാണ് ആത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി എന്ന് പറയുന്നത്. ഈ ശരീരമല്ലാതെയുള്ള ഒരു മൈൻഡ്, ആ മനസ്സ് വഴിയാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾ മുഴുവൻ മനസ്സിലൂടെയാണ് പോകുന്നത്. അത് നെഗറ്റീവായിട്ടുള്ളതാകാം, പോസിറ്റീവായിട്ടുള്ളതാകാം, നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതാകാം, പിന്നോട്ട് നയിക്കുന്നതാകാം. ഈ ചിന്തകൾ മുഴുവൻ നമ്മുടെ മനസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ബുദ്ധി എന്താണ് അവിടെ ചെയ്യുന്നത്? ബുദ്ധിയാണ് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ചിന്തയ്ക്ക് അങ്ങനെയില്ല. മനസ്സിങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്റലക്ട്, ബുദ്ധി എന്ന് പറയുന്നതാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഈ 3 ഘടകങ്ങളും ചേരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണതയിൽ എത്തിക്കുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും 99% നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. ശരീരത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കുക, ശരീരം പോഷിപ്പിക്കുക, അതിലൊന്നും ഒരു മുടക്കവും വരുത്തുന്നില്ല. നമ്മൾ 3 നേരോ 4 നേരോ ഭക്ഷണം കഴിക്കും, അത് മുടങ്ങാതെ കഴിക്കും. നല്ല ഭക്ഷണം കഴിക്കും. ബിരിയാണി ആണെങ്കിൽ ബിരിയാണി കഴിക്കും, മസാല ദോശയാണ് ഇഷ്ടമെങ്കിൽ അത് കഴിക്കും. നമ്മൾ എന്തുകൊണ്ട് മറ്റ് ഭാഗങ്ങളെക്കുറിച്ച്, മറ്റ് 2 ഭാഗത്തെക്കുറിച്ച് മറന്നുപോയി? എനിക്കൊരു മനസ്സുണ്ട്, ആ മനസ്സ് പുഷ്ടിപ്പെടണം. മനസ്സിന്റെ ആരോഗ്യം പ്രാധാന്യമുള്ളതാണ്. ശരീരത്തിന് തലവേദന വന്നു, ഞാൻ വേദന ഡോക്ടറെ കാണാൻ പോയി. പനി വന്നു, ഞാൻ പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു. അതിനൊന്നും ഒരു മുടക്കവുമില്ല, അതിനൊന്നും ഒരു സങ്കുചിത്വവും ഇല്ല. മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? മനസ്സ് ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിന്റെ ശ്രദ്ധ, മനസ്സിന്റെ പരിചരണം, മനസ്സ് അവിടെയുണ്ട്. മനസ്സിനൊരു പരിചരണം കൊടുക്കണം. ബുദ്ധിക്ക് വേണ്ടിയിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ അതാണല്ലോ, ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തീരുമാനങ്ങൾ എടുക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു കളരികളാണ് വിദ്യാലയങ്ങൾ. മനസ്സിനെ നമ്മൾ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയണ പോലെ നിങ്ങൾ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയണ പോലെ മൈൻഡിനെ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ഉണ്ടോ? ഉണ്ട്. മൈൻഡിന് എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ചികിത്സ വേണം. മൈൻഡിന് തലവേദന ഉണ്ടായാൽ ചികിത്സ, മരുന്ന് കഴിക്കണം വേണം. ആ ഒരു ചിന്തയാണ് സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ശാസ്ത്രമാണ്. സൈക്കാട്രി എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ, ഇപ്പൊ അങ്കമാലി ലിറ്റിൽ ഫ്ലവറോ അല്ലെങ്കിൽ കറുകുറ്റി അപ്പോളോയിലോ ചെന്ന് കഴിഞ്ഞാൽ സൈക്കോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സൈക്കാട്രിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ്, ആളുകളുമായി സംസാരിച്ച്, ആളുകളുമായി കേട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും അവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമുള്ള സാധ്യത ഉണ്ടായി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് സൈക്കോളജി. സൈക്കാട്രി എന്ന് പറഞ്ഞാൽ മരുന്ന്, തീവ്രമായിട്ടുള്ള ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനായിട്ട് മരുന്ന് കഴിക്കേണ്ട വിഭാഗമാണ് സൈക്കാട്രി. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എനിക്ക് മനസ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ആ മനസ്സിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിന് പൊട്ടുവിടണം, കണ്ണെഴുതണം, മനസ്സിന് തലമുടി ചെയ്യണം പോലെ തലമുടി ചെയ്യണം, ഭക്ഷണം കഴിക്കുന്ന പോലെ മനസ്സിന് വേണ്ട ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം ആയിരിക്കണം, ചീഞ്ഞ ഭക്ഷണം മനസ്സിലേക്ക് കൊടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. മനസ്സിന് ചിലപ്പോൾ പനി പിടിക്കാം, മനസ്സിന് അപ്പോൾ വേണ്ട ഒരു ഹെൽപ്പ്, ഒരു സഹായം കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ട ഒരു ശാഖയാണ് സൈക്കോളജി. സൈക്കോളജിയിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് എന്തൊക്കെയാണ്, അതാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അതിന്റെ ഇമോഷൻസിനെ കുറിച്ചുള്ള ചില 1-2 കാര്യങ്ങൾ പറയാം. ബേസിക് ആയിട്ടുള്ള കുറെ ഇമോഷൻസ് ഉണ്ട്. ഹാപ്പിനെസ്, സാഡ്, ഫിയർ, പേടി ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ദുഃഖം ഉണ്ടാകുക, ദേഷ്യം വരിക, അത്ഭുതം ഉണ്ടാകുക. ഇതൊക്കെ മനസ്സിന്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇതാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്ലാഡ്, സന്തോഷവാനായിരിക്കുക. ഈ 4 സ്റ്റേജിലും ഇതിന്റെ വകഭേദങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ. സാഡ്, ദുഃഖിതനായിരിക്കുക. മനസ്സിനെ സംബന്ധിച്ചോളം വളരെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും, മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. മാഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് അവൻ മാഡാണ്, അവൻ ദേഷ്യം വരുന്ന എൻ്റെ കൊച്ചിന് എപ്പോഴും ദേഷ്യം വരും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യമാണ്. മൊബൈൽ താഴ്ത്തി വയ്ക്കാൻ പറഞ്ഞ ദേഷ്യമാണ്. ഭക്ഷണം കഴിഞ്ഞാൽ പറഞ്ഞാൽ ദേഷ്യമാണ്. സ്കേഡ്, പേടി, ഭയങ്കര പേടിയാണ്, ആരെയും കണ്ട പേടി. ഇങ്ങനെ 4 കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കിയാൽ മതി. സന്തോഷവാനായിരിക്കുക, ദുഃഖിതനായിരിക്കുക, ദേഷ്യം വരിക, ഭീതി, ഭയമുണ്ടായിരിക്കുക. ഇത് ഈ ഒരു സർക്കിൾ നിങ്ങൾ കാണണ്ടാവും. ഒരു പശുവിനെ ഒരു നടുക്ക് കെട്ടിയിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക.
ഒരു പശുവിനെ അതിന്റെ നടുക്ക് ഒരു കുറ്റി ഇടിച്ച് കെട്ടുകയാണെങ്കിൽ ആ പശു ഇങ്ങനെ പുല്ല് നിന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റും നടക്കും. ഇതാണ് നമ്മുടെ 24 മണിക്കൂർ ക്ലോക്കാണ്. അപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി എൻ്റെ ഈ ഒരു ദിവസം, ഇന്ന് 24-ാം തീയതി ആണെങ്കിൽ ഇന്നത്തെ ദിവസം, ഈ ഒരു ദിവസം രാത്രി കിടക്കാൻ നേരത്തൊന്ന് ആലോചിച്ച് നോക്കുക. കുട്ടികൾക്കും ടീച്ചേഴ്സിനും മുതിർന്നവർക്കും പാരൻസിനും എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. എൻ്റെ പശു ഏത് ഭാഗത്തായിരുന്നു ഇന്ന് കൂടുതൽ പുല്ല് നിന്നത്? പശു സന്തോഷത്തിന്റെ കള്ളിയിലാണോ സങ്കടത്തിന്റെ കള്ളിയിലാണോ? ഇന്നത്തെ ദിവസം ആകെ ഒരു സങ്കടമായിരുന്നു. എൻ്റെ ഒരു അമ്മായി മരിച്ചു, അതുകൊണ്ട് ഇന്ന് ഫുള്ള് എനിക്ക് അത്ര ഒരു മൂടുണ്ടായിരുന്നില്ല, ഒരു സങ്കടമായിരുന്നു. ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് ഞാൻ കുറെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു. എനിക്ക് പുതിയൊരു ഗസ്റ്റ്, എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നിരുന്നു, അയാളായിട്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എന്താണെന്നറിയില്ല, രാവിലെ ഒരു തൊട്ടേനും പിടിച്ചനൊക്കെ ദേഷ്യം. ഇന്ന് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര മഴ, കാറ്റ്, നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കണം. അപ്പം ന്യൂസ് ചാനലിൽ പറയണ വെള്ളപ്പൊക്കം ഇനി ഉണ്ടാകാൻ പോണെന്ന്, കൊറോണയുടെ 3ാം തരംഗം വരാൻ പോണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ പേടിച്ച് വരച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു പശു എവിടെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു ദൈനംദിന ജീവിതത്തിൽ സൈക്കോളജിയുടെയും ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു സാധാരണ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്, ആ പശു വട്ടത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പശു എവിടെയാണ് കൂടുതൽ നേരം നിന്നതെന്ന് വൈകുന്നേരം ഒന്ന് ആലോചിച്ച് നോക്കുക. സെൽഫായിട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ടായാൽ മതി. അത് തന്നെ അവയർനെസ് ഇറ്റ് സെൽഫ് ഈസ് ക്യൂർ എന്ന് പറയുന്നത്. അറിയുക എന്നുള്ളതാണ് അതിനുള്ള ഒരു അതിൻ്റെ പരിഹാരമാർഗം. ഏറ്റവും നമ്മൾ അറിയുന്നില്ല നമ്മൾ ഏത് അവസ്ഥയിലാണെന്നുള്ളത്. ആ അറിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രായോഗികമായ ജീവിതത്തിലെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സൈക്കോളജി എവരിഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പല കാര്യങ്ങൾക്കും സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് സൈക്കോളജി, അല്ലെങ്കിൽ മനഃശാസ്ത്രം, മനസ്സിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ചിലര് ഇപ്പൊ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ബഹിർമുഖർ, അന്തർമുഖർ എന്ന് പറയാം. അന്തർമുഖർ എന്ന് പറഞ്ഞാൽ ആരോട് സംസാരിക്കില്ല, ആളുകളെ കണ്ടാൽ ഇങ്ങനെ താഴത്തേക്ക് നോക്കി നടക്കും. ബഹിർമുഖർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ പോലെ, അല്ലെങ്കിൽ റിമി ടോമിനെ പോലെ ഇങ്ങനെ വളരെ എല്ലാവരുടെ അടുത്തും ചിരിച്ച് ജോളിയായിട്ട് നടക്കുന്ന ആൾക്കാർ. 2 ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് അവരോട് ഇങ്ങനെ പെരുമാറുക. നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾക്ക് മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അതൊരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. അങ്ങനെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണെന്ന് അറിയാനുള്ള നിരവധി ടെസ്റ്റുകളുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങളാണ് മോട്ടിവേഷൻ. സിസ്റ്റർ നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു മോട്ടിവേഷൻ ടോക്കർ എന്നുള്ളത്. മോട്ടിവേഷൻ കൊടുക്കുക, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. മോട്ടിവേറ്റ് ചെയ്യണം. ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കുട്ടികൾ പഠിക്കണമെങ്കിൽ ഒരു പ്രചോദനം വേണം, അടുക്കളയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രചോദനം വേണം, പുറത്തു പോയി ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രചോദനം, അതിനുള്ള കൂലി മാത്രം കിട്ടിയ പ്രചോദനം വേണം, ഒരു മോട്ടിവേഷൻ ഉണ്ടാകാം. കമ്പനികളിലായാലും പുറത്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ അതുകൊണ്ടാണ് ഒരു താങ്ക് യു ഒക്കെ പറയുന്നത്. നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി 50 രൂപ കൊടുത്തു, പൈസ കൊടുത്തല്ലോ, തീർന്നു. അതല്ല, ഒരു താങ്ക് യു. അതായത് അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷനാണ്. വേറൊരു പദമാണ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. നമ്മുടെ മനോഭാവം എന്താ? ഇതൊക്കെ സൈക്കോളജി ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. 4 ഇമോഷൻസിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? സൈക്കോളജി അങ്ങനെ വളരെ രസകരമായ ഒരു ശാഖയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോഗിക്കേണ്ട വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ്, മനഃശാസ്ത്ര ശാഖയാണത്. അതിൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഫോബിയാസ്, ഭയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഭയങ്ങളെ കുറിച്ച് ഒരു വാക്ക് പറയാം. ഭയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭയമാണ് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ടോപ്പ് 10 ഫിയേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 10 ഭയങ്ങൾ ഏതൊക്കെയാണെന്ന് ലോകത്ത് സർവേ നടത്തിയേക്കണതിൽ 2ാം സ്ഥാനത്ത് വരുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ്, പൊതുവേദിയിൽ സംസാരിക്കുവാനുള്ള ഭയം. അത് മറികടക്കാനായിട്ട് ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം. ചെറിയ ഗ്രൂപ്പിൽ സംസാരിക്കും, ഓൺലൈനിലൂടെ ആണെങ്കിൽ പോലും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സംസാരിക്കാനൊക്കെ കിട്ടുന്ന സാധ്യതകൾ നിങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി സംസാരിക്കുന്ന പോലെയോ, ഓൾഡ് ആർ യു ഒരു മഞ്ജു വാര്യർ തലറിങ്ങി വീഴുന്ന പോലെയുള്ള സാഹചര്യങ്ങൾ 19 വയസ്സാകുമ്പോൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കുട്ടികൾ ചെറുപ്പം മുതലേ കിട്ടുന്ന വേദികളിലൊക്കെ ആളുകളായിട്ട് സംസാരിക്കാനുള്ള, പബ്ലിക് ആയിട്ട് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുക.
പിന്നെ ഞാൻ പറഞ്ഞ ഒരു പദമാണ് കൗൺസിലിംഗ്. കൗൺസിലിങ്ങിന്റെ ഒരു പ്രാധാന്യം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രവാദമോ അല്ലെങ്കിൽ അതൊരു മാനസിക രോഗത്തിനുള്ള എന്തോ ഒരു വലിയ അസുഖം. അതായത് കൗൺസിലിംഗിന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ മാനസിക രോഗിയാണോ? അല്ല, മനസ്സിനൊരു ചെറിയ ഒരു വിഷമം ഉണ്ട്. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് മൂഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വരുന്നു. ഇത് നമ്മൾ ആ സമയത്ത് അതിനു വേണ്ട ഒരു പരിചരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനാണ് ഈ ഇമോഷൻസിനെ ഏതെങ്കിലും ബാധിക്കുകയാണെങ്കിൽ, നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് എടുക്കാം. അതിപ്പോൾ സ്കൂളിൽ കൗൺസിലിംഗിന് സൗകര്യം ഉണ്ടാവും, അവിടെ തുറന്നു പറയുക. ഇതിന് പകരം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത്, ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ തുറന്നു പറയും, ആവശ്യമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പറയില്ല. ആവശ്യമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുമ്പോൾ അത് മുതിർന്ന ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും സംഭവിക്കാവുന്ന കാര്യമാണ്, മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള സേവനം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, സൗജന്യമായിട്ട് സർക്കാർ കൊടുക്കുന്ന ധാരാളം സർവീസസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ നമ്മുടെ ബന്ധുവിൻ്റെ അടുത്തോ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൗൺസിലിംഗ് ആവില്ല, അത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുകയോ ഇല്ല. അതുകൊണ്ട് ഞാൻ കുട്ടികളോടൊന്ന് ഓർപ്പിക്കുന്നു, ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് SPCയുടെ നല്ല ചിരി എന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ സദ്ഗമയ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹോമിയോ ഹോസ്പിറ്റലുകളിലും കൗൺസിലിംഗ് സംവിധാനമുണ്ട്. ജില്ലാ ഹോമിയോ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് സദ്ഗമയ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും ഹോമിയോപ്പതി ജില്ലാ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം, നിയന്ത്രിക്കാൻ പറ്റാത്ത സങ്കടം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പേടികൾ, ഇത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ള, ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുള്ള, ആകപ്പാടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ ഹോമിയോപ്പതിയുടെ ചില മരുന്നുകളിലൂടെയും കൊടുക്കുന്ന ഒരു സംവിധാനം കേരള സർക്കാരിൻ്റെ ഇവിടെയൊക്കെ സൗജന്യമായിട്ടുള്ള സർവീസുകളാണ്. അല്ലാതെയുള്ള ധാരാളം ഇപ്പോൾ പള്ളികൾ വഴിയും അതുപോലെ തന്നെ മറ്റ് റിലീജിയസ് സ്ഥാപനങ്ങൾ വഴിയും സമുദായ സ്ഥാപനങ്ങൾ വഴിയും മതസ്ഥാപനങ്ങൾ വഴിയൊക്കെ കൗൺസിലിംഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്നുണ്ട്. അതെടുക്കാനായിട്ട് യാതൊരു മടിയും കരുതേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു ഇതാണ് കരിയർ കൗൺസിലിംഗ്. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ 8, 9, 10, 13 വയസ്സ് 14 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കരിയർ കൗൺസിലിംഗ് എന്നുള്ളത് എന്താണ് എനിക്ക് അനുയോജ്യമായ, എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, പേഴ്സണാലിറ്റി ടൈപ്പിനെ പറ്റി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. എന്താണ് എൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പ്, അതിനനുസരിച്ച് എനിക്ക് എന്ത് മേഖലയിൽ പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ താല്പര്യങ്ങൾ എന്താണ്, എൻ്റെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി നിർണയ പരീക്ഷകളുണ്ട്, ഓൺലൈൻ ടെസ്റ്റുകളാണ്. അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് തുടർ പഠനം ഏത് കോഴ്സിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാൻ സാധിക്കും. ആ സാധ്യതകളെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിന് ധാരാളം അവന്യൂസ് ഉണ്ട്. കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസിന്റെ ഒരു പ്രത്യേക വിങ് തന്നെയുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ NCERTയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് HRDയുടെ ദിശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിശ എന്ന് പറഞ്ഞാൽ ഏത് ദിശയിലേക്ക്, ഏത് ഡയറക്ഷൻ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഗൈഡൻസ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് ദിശ എന്ന് പറഞ്ഞിട്ട്. ഓൺലൈനാണ്. അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അസസ്മെന്റ് നടത്താൻ പറ്റും, ഒരു വിലയിരുത്തൽ. ഞാൻ എന്താണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഉന്നത പഠനങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ചെറിയൊരു എക്സാമ്പിൾ, ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഇന്റലിജൻസ് ആണ്. ന്യൂമറിക്കൽ എബിലിറ്റി കണക്കുകളുമായി ബന്ധപ്പെട്ട, കണക്ക് കൂട്ടുവാനും ഗണിതശാസ്ത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ഇതാണ് ന്യൂമറിക്കൽ എബിലിറ്റി. ഈ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ കൂടിയും കുറഞ്ഞു ഇരിക്കും. അതറിയാതെ പോയിട്ട്, അത് മനസ്സിലാക്കാതെ നമ്മൾ പോയി ഇതിലേക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പരാജയമായിരിക്കും സംഭവിക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ അതിന് പറ്റുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. അക്കൗണ്ടൻസി പഠിക്കണമെങ്കിൽ അതിന് വേണ്ട ക്വാളിറ്റീസ് ഉണ്ട്, ചില ഫാക്കൽറ്റീസ് നമുക്കത് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് കരിയർ കൗൺസിലിങ്ങിലൂടെ, കരിയർ ഗൈഡൻസിലൂടെ സാധിക്കുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സ്കൂൾ തലത്തിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ, ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ട്. ഓൺലൈനിലുള്ള സംവിധാനങ്ങളുണ്ട്. കുട്ടികളൊക്കെ ഓൺലൈനിൽ താല്പര്യമുള്ളവരായിരിക്കും.
ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഇതാണ്. ആ ഒരു ഇത് നോക്കുക. എൻ്റെ വ്യക്തിത്വം എന്താണ്, എൻ്റെ അഭിരുചികൾ എന്താണ്, എൻ്റെ താല്പര്യങ്ങൾ എന്താണ്, ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അതറിയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ കോഴ്സുകളിൽ ചെന്ന് ചേരും. നമുക്കതിൽ സാറ്റിസ്ഫൈഡ് ആകാൻ കഴിയില്ല. നമ്മൾ ഈ എഞ്ചിനീയറിങ്ങിന് പോയിട്ട് ഡ്രോപ്പ് ഔട്ട് ആകുന്നത് 50% കൂടുതലാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കൗൺസിലിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കരിയർ കൗൺസിലിംഗ്. കരിയർ കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷകൾ, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക. അതിന് സൗജന്യമായിട്ട് പല സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. അത് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. സ്വയം അറിയുക. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുന്ന വഴികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ അമേരിക്കൻ പോയറ്റായ തിയോഡോർ ടിൽട്ടന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമുണ്ട്, ഈവൻ ദിസ് വിൽ പാസ് അവേ. ഇതും കടന്നു പോകുമെന്നുള്ള പദം നമ്മൾ വളരെ പരിചിതമായ ഒരു പദമാണ്. അത് ആ കവിയുടെ ഒരു വലിയ കവിതയുടെ ഒരു 6 പാരഗ്രാഫുള്ള ഒരു കവിതയുടെ ടൈറ്റിലാണ്, ഇതും കടന്നു പോകും. എല്ലാവരോടും എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ, ഇതും കടന്നു പോകും, ഈ കൊറോണ കാലവും കടന്നു പോകും. ആ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു പേർഷ്യൻ കിങ്, പേർഷ്യയിലെ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് ഒരു ഗുരുവിന്റെ അടുത്ത് പോയി. രാജാക്കന്മാരൊക്കെ രാജഭരണത്തിലേക്ക് കയറുമ്പോഴത്തേക്കും ഗുരുക്കന്മാരെ വന്ദിക്കുന്ന പരിപാടിയുണ്ട്. ഗുരുവിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഗുരു ഒരു മോതിരം കൊടുത്തു. ആ മോതിരത്തിൽ എഴുതിയിരുന്നതാണ് ഈവൻ ദിസ് വിൽ പാസ് അവേ, ഇതും കടന്നു പോകും. പേർഷ്യയിലെ രാജാവ് അങ്ങനെ ഭരിക്കുന്നു, ഭരണത്തിലേക്ക് കയറുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം വൈകുന്നേരം നോക്കുമ്പോൾ ഇതും കടന്നു പോകും. യുദ്ധങ്ങൾ ചെയ്യുന്നു, യുദ്ധങ്ങൾ ജയിക്കുന്നു, അപ്പോഴും ഇതും കടന്നു പോകും. അദ്ദേഹം രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നു, സമ്പത്തുകൾ വെട്ടിപ്പിടിക്കുന്നു, പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ അധീനതയിലാകുന്നു. എല്ലാ ദിവസവും അദ്ദേഹം മോതിരത്തിലേക്ക് നോക്കും, ഇതല്ല, ഇതും കടന്നു പോകും. രാജ്യത്ത് വലിയ പട്ടിണി ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, നാശം ഉണ്ടാകുന്നു, വറുതി ഉണ്ടാകുന്നു, അപ്പോഴും മോതിരത്തിൽ പറയുന്നുണ്ട് ഇത് കടന്നു പോകും, ഇതും കടന്നു പോകും. ഈ ഒരു സായം സന്ധ്യയിൽ ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളും വിദ്യാർത്ഥികളും, എനിക്ക് ഒരേ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നത്, ഇതും കടന്നു പോകും. ഈ ഒരു കാലത്തിന് ശേഷം വളരെ മനോഹരമായ ഒരു വലിയ സാധ്യതകളുള്ള ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നത്. കാരണം ഏതൊരു താഴ്ചയ്ക്കും ഒരു ഉയർച്ചയിലേക്കുള്ള കയറ്റമുണ്ടാവും. അത് പറയാൻ വ്യക്തമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, കുഞ്ഞുമക്കൾ, 10ാം ക്ലാസ് പഠിക്കുന്നവർ, 12ാം ക്ലാസ് പഠിക്കുന്നവർ, നിങ്ങളുടെ പഠനമൊക്കെ പൂർത്തിയാക്കി വരുമ്പോഴത്തേക്കും ധാരാളം തൊഴിൽ സാധ്യതകളായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുക. കാരണം ഈ ഒരു ടഫ് ടൈം, ഈ ഒരു പ്രതിസന്ധി കടന്നു പോയതിന് ശേഷം ലോകത്തെ പുതുക്കി പണിയുന്നതിന് വേണ്ടി ധാരാളം തൊഴിലാളികളെയും ധാരാളം ചെറുപ്പക്കാരെയും ആവശ്യമുള്ള ഒരു ലോകമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. 10ാം ക്ലാസ് നന്നായി പൂർത്തിയാക്കുക, 12ാം ക്ലാസ് നന്നായി പൂർത്തിയാക്കുക, ഡിഗ്രിയോ പ്രൊഫഷണൽ ഡിഗ്രിയോ നന്നായി പൂർത്തിയാക്കുക. സമയമാകുമ്പോൾ വളരെ മനോഹരമായ ഒരു ലോകം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കുവാനായിട്ടുണ്ടാകും. ഒത്തിരി തൊഴിൽ സാധ്യതകളും ഒത്തിരി നന്മകളുമുള്ള ഒരു ലോകം. താങ്ക് യു ഓൾ. എന്തെങ്കിലും ചർച്ച ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുവാനോ പറയുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം, എനിക്ക് സമയത്തിൻ്റെ പ്രശ്നമില്ല, സാറിൻ്റെ സമയം അനുസരിച്ച് നമുക്ക് സംവദിക്കാം. ഇന്നത്തെ ഈ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയത്തിൽ, 1.5 മണിക്കൂർ എടുത്തു, 1.5 മണിക്കൂർ സമയത്തിൽ എന്താണ് ടേക്ക് അവേ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇപ്പൊ നമ്മൾക്കൊന്നും ഹോട്ടലിലൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്കമാലിലോ കൊറട്ടിയിലോ ഉള്ള കോഫി ഹൗസിലോ ഒന്നും, അല്ലെങ്കിൽ മറ്റു ഹോട്ടലിലോ പോയിട്ട് നമുക്കൊന്നും ഇരുന്ന് കഴിക്കാൻ സാധിക്കില്ല. എല്ലാം ടേക്ക് ഹോം ആണ്, ഡെലിവറി, ഹോം ഡെലിവറി അല്ലെങ്കിൽ ടേക്ക് അവേ കൗണ്ടേഴ്സ് ആണ്. ടേക്ക് അവേ എന്നുള്ള പദത്തെ കുറിച്ച് ആണ് പറയുന്നത്. ഇന്നത്തെ ഇതില് എന്തെങ്കിലും ഒരു ടേക്ക് അവേ നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ പിന്നീട് ആലോചിച്ച് നോക്കുക. വൈകുന്നേരം ഞാൻ 1.5 മണിക്കൂർ
ആ ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്തു. എനിക്ക് എന്താണ് ടേക്ക് അവേ കിട്ടിയത്? അത് ഇന്ന് രാത്രി ആലോചിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ രാവിലെ ആലോചിക്കുക. ഒരു ടേക്ക് അവേ, കുട്ടികളായാലും മാതാപിതാക്കളായാലും എന്താണ് ഒരു ടേക്ക് അവേ ഉള്ളത്? ആ ടേക്ക് അവേ ആയിട്ട് മുമ്പോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും എല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ നിങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇന്നത്തെ ടേക്ക് അവേയുമായിട്ട് ഇന്ന് പിരിയാം. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. വിനി സാർ. ഹലോ. എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കാട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ എന്തെങ്കിലും സാറിനോട് ചോദിക്കാം. ആ ടൈമാണ് ഇപ്പോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ. സാർ, കുട്ടികളുടെ പാരന്റ്സും കുട്ടികളും കൂടി ഒരുമിച്ചിരിക്കുകയായിരിക്കും. ആയിക്കോട്ടെ. പാരന്റ്സിനും ചോദിക്കാം, എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Thank you very much for this nice class. പി സ്കൂളിൽ നിന്നുള്ള ഇത് ചെയ്തിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഇതില്? പി സ്കൂൾ എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നേരിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് നന്ദി പറയാം. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മളുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് ജോർജ് അരിക്കലിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്, അറിവാണ് നമുക്ക് ഇന്ന് ജോസി വർക്കി സാർ നമുക്ക് നൽകിയത്. ഈ കാലഘട്ടത്തില്, ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തില് ഡിജിറ്റൽ മെറ്റീരിയൽസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച്, ആ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് വളരെ വിശുദ്ധമായിട്ടാണ് നമുക്ക് ജോസി വർക്കി സാറ് തന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ മീറ്റിംഗ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ. നമുക്കറിയാം, അദ്ദേഹം എറണാകുളത്ത് മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് നമുക്ക് ക്ലാസ്സുകൾ തന്നത്. നേരത്തെയൊക്കെ നമ്മുടെ അധ്യയന വർഷങ്ങളിൽ ഇത്തരം PTA മീറ്റിങ്ങുകളിൽ പാരന്റ്സിന് അവയർനെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്കായാലും അവയർനെസ് കൊടുക്കുന്നത് നമ്മൾ സ്കൂളിൽ വന്നുകൊണ്ടാണ്. ആ സ്കൂളിൽ വന്ന് അവരെ ക്ലാസ്സുകൾ അറ്റൻഡ് കൊടുക്കുന്ന, പക്ഷെ അതിനപ്പുറമായിട്ട് ഇപ്പൊ ഡിജിറ്റൽ നമ്മൾ അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടും നമ്മൾ ഈ ക്ലാസ്സുകൾ വീക്ഷിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. അതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും അതിന്റെ 2 വശങ്ങള് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമുക്ക് വിവരിക്കുകയുണ്ടായി. ഇതിന്റെ ഓൺലൈനില് ഈ ഗെയിമുകള്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, അതിന്റെ മോശമായ പ്രവണതകൾ, അതെല്ലാം നമുക്ക് കാണിച്ചു തരികയും ഒപ്പം തന്നെ അതിന്റെ നല്ല വശങ്ങള് എങ്ങനെ നമുക്കത് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള നല്ല വശങ്ങൾ നമുക്ക് അദ്ദേഹം വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്കിവിടെ വരച്ചു കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു പ്രയോജനപരമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്, ജോസി വർക്കി സാറിന് ഏറ്റവും സ്നേഹത്തോടെ LFന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോം സംഘടിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ സ്കൂളിന്റെ HM സിസ്റ്റർ എൽസ ജോസ്, അതുപോലെ തന്നെ നമ്മുടെ കായിക അധ്യാപകൻ, ഇത് മോണിറ്റർ ചെയ്തിരിക്കുന്ന വിന്നി സാറ്, മറ്റ് അധ്യാപകര്, അതുപോലെ തന്നെ ഇത്രയും സമയം ഏകദേശം 5 മണിക്ക് തുടങ്ങി ഇപ്പോൾ 6:45 1:45 മണിക്കൂറോളം നമ്മളോടൊപ്പം ചെലവഴിച്ച രക്ഷാകർത്താക്കള്, വിദ്യാർത്ഥികള്, ഏവർക്കും, അധ്യാപകർക്കും ഏവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. താങ്ക് യു ജോസ് സാർ. അപ്പം ജോസി സാറെ ഒത്തിരി നന്ദി. ഓക്കെ, വളരെ നൈസായിട്ടൊരു ക്ലാസ് ആയിരുന്നു. ഒരു 1.25 മണിക്കൂർ വളരെ പെട്ടെന്ന് കടന്നുപോയ പോലെ തോന്നി.
വളരെ നന്നായിരുന്നു. അപ്പൊ എല്ലാവർക്കും LF-ന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി ഞങ്ങൾ പറയുകയാണ്. ഇനി നമുക്ക് കാണാം. തീർച്ചയായിട്ടും കാണാം. വിനി സാർ, താങ്ക് യു സാർ. താങ്ക് യു. മേഴ്സൽ സിസ്റ്റർ, മേഴ്സൽ സിസ്റ്റർ ഓക്കെ സാറേ. അപ്പൊ എനിവേ താങ്ക് യു. കുറച്ചു നേരം നല്ല മഴയായിരുന്നു. അതിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായില്ല സാറേ. എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു. ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ല. വളരെ നന്നായിരുന്നു സാർ. ഓക്കെ. താങ്ക് യു സാർ. വിനി സാറെ, ഞാൻ OBS ആണ് യൂസ് ചെയ്തത്. കുഴപ്പമില്ല അല്ലെ? ഞാൻ OBS-ൽ ആദ്യമായിട്ടാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി OBS-ന്റെ വെച്ചിട്ട് നോക്കിയതാണ്. ഓക്കെ ഓക്കെ സാറേ, എല്ലാം നന്നായിരുന്നു സാറേ. ഞാൻ യൂട്യൂബ് ലിങ്ക് സാർ അയച്ചിട്ടുണ്ട്. അപ്പൊ സാർ ചെക്ക് ചെയ്തോളൂ സാർ. ഓക്കെ. ശരി സാർ. താങ്ക് യു സാർ. ഓക്കെ സിസ്റ്റർ.